السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകന്മാരെ, ദമാമിലെ ഈ ഒരു മഹത്തായ ദഅ്വാ കൂട്ടായ്മ, അതിലെ യുവാക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു വിജ്ഞാന സദസ്സിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അൽഹംദുലില്ലാഹ്. ജീവിത തിരക്കുകൾക്കിടയിൽ ഒരു വിശ്വാസി എപ്രകാരമായിരിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിൽ, ഈ ഒരു സംസാരത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അധികം ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം എന്തിന് ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയുള്ളൂ. ഞാൻ ആ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. നാം എന്തിനു ജീവിക്കുന്നു, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഏതു വിഷയത്തിനാണ് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ എന്തു ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു ഞാൻ ജീവിക്കേണ്ടിയിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ബോധം മനുഷ്യനുണ്ടാകുന്നതാവട്ടെ അവൻ്റെ മരണസമയത്തുമാണ്. ആ മരണസമയത്ത് മനുഷ്യൻ എന്തൊരു വിലാപമാണോ നടത്തുന്നത്, യഥാർത്ഥത്തിൽ അതായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ പരിശോധിക്കുമ്പോൾ മരണസമയത്തുള്ള രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ അൻആമിലെ 158 പറയുന്നത്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അല്ലാഹു അവനെ പിടികൂടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് അയാളുടെ ഈമാൻ, വിശ്വാസം ഉപകാരപ്പെടുകയില്ല. ലം തകുൻ ആമനത് മിൻ ഖബ്ലു. ആ മരിക്കുന്നതിന് മുമ്പ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതൊഴികെ, ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലെങ്കിൽ ഈമാനിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഖൈർ അയാൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് ഒരാൾക്ക് മരണസമയത്ത് ഉപകാരപ്പെടുന്നത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഒരാൾ ആഗ്രഹിക്കുന്നത് മരണം വരുന്നതിന് മുമ്പ് ഞാൻ ഈമാൻ അഥവാ തൗഹീദ് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഈ ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈമാനാണ്, തൗഹീദാണ്, യഥാർത്ഥ വിശ്വാസമാണ്. രണ്ടാമത്തത് സൂറത്തുൽ മുഅ്മിനൂൻ 100-ാമത്തെ ആയത്തിൽ കാണാം, 99, 100 ആയത്തുകളിൽ കാണാം,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്ത ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അവരിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ ആ വ്യക്തി പറയും, അല്ലാഹുവേ, ഒന്നുകൂടി നീ എന്നെ ഭൂമിയിലേക്ക് മടക്കി പറഞ്ഞയക്കണമേ. എന്തിനാണ്? ബിസിനസ് ചെയ്യാനല്ല, ഏതെങ്കിലും ജോലി ചെയ്യാനല്ല, ഏതെങ്കിലും കണ്ടുപിടുത്തം നടത്താനല്ല, എന്തെങ്കിലും വിപ്ലവം നടത്താനല്ല, മറിച്ച് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, എനിക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം വേണം എന്ന് മനുഷ്യൻ പറയുകയാണ്. അയാൾ ഒന്നും അധ്വാനിക്കാതിരുന്നത് കൊണ്ടല്ല ഈ പറയുന്നത്, ഒന്നും പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടല്ല ഈ പറയുന്നത്. ഒരു വേള രാവു പകൽ ഒരുപോലെ ദുനിയാവിന് വേണ്ടി ഓടി നടന്ന് വിദേശത്തേക്ക് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് അധ്വാനിച്ചവനും പറയുന്നത്, എനിക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള ചാൻസ് ലഭിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സത്യവിശ്വാസവും സൽക്കർമ്മവുമാകുന്നു. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയൊരു അധ്യായത്തിൽ മനുഷ്യൻ്റെ ആയുസ്സിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽ ആസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ വലിയ നഷ്ടത്തിലാകുന്നു, വലിയ നഷ്ടത്തിലാകുന്നു മനുഷ്യൻ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യത്ബഉൽ മയ്യിത സലാസത്തു, ഒരു മയ്യിത്തിനെ 3 കാര്യങ്ങൾ പിന്തുടരും. ഒരു മരിച്ച വ്യക്തിയെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 കാര്യങ്ങൾ ആ മനുഷ്യനെ പിന്തുടരുന്നതാണ്. ഫയർജിഉ ഇസ്നാനി വയബ്ഖാ മഅഹു വാഹിദ്, അതിൽ നിന്ന് 2 തിരിച്ചു വരും, 1 മാത്രം ആ മരിച്ച വ്യക്തിയുടെ കൂടെ ഖബറിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അയാളുടെ കുടുംബക്കാർ, അയാളുടെ സമ്പത്ത്, അയാളുടെ അമൽ, ഇത് 3ഉം കൂടെ പോകും. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അയാളുടെ സമ്പത്തും അയാളുടെ കുടുംബവും അയാളെ ആ ഖബറിൽ ഒറ്റക്കാക്കി തിരിച്ചു വരും. വയബ്ഖാ അമലുഹു, ആ വ്യക്തിയുടെ അമല് മാത്രം ഖബറിൽ കൂടെ ഉണ്ടാകും. അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ കൂടെ ഉണ്ടാകാൻ കുടുംബക്കാരുണ്ടാവില്ല, സമ്പത്തുണ്ടാവില്ല, മറിച്ച് താൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, സത്യവിശ്വാസത്തിൽ നിന്നും സൽക്കർമ്മത്തിൽ നിന്നും താൻ എന്തൊന്നാണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തിച്ചത് മാത്രമാണ് തൻ്റെ കൂടെ ഉണ്ടാവുക. എന്നാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും അശ്രദ്ധയിലാണ്. അവർ പ്രവർത്തിക്കുന്നത് മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർ വലിയ അനുഗ്രഹമായി കാണുന്നത് ദുനിയാവിൻ്റെ നേട്ടങ്ങളാണ്, ഉന്നതമായ ജോലിയും ഉന്നതമായ സാമ്പത്തികാവസ്ഥയും. അങ്ങനെയുള്ള ദുനിയാവിൻ്റെ ഒരുപാട് ഖൈറാത്തുകളാണ് യഥാർത്ഥത്തിൽ നന്മയുടെ അടയാളം എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത്തരം ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ 55 മുതൽ 63 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് പറയുകയാണ്, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബൽ ലാ യശ്ഉറൂൻ. മനുഷ്യന്മാർ വിചാരിച്ചിരിക്കുകയാണോ അവർക്ക് സമ്പത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നാം അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുമ്പോൾ, ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ, നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് ഒരുപാട് ഖൈർ അല്ലാഹു നൽകുകയാണെന്ന് അവർ ധരിച്ചിരിക്കുകയാണോ? ബൽ ലാ യശ്ഉറൂൻ, എന്നാൽ അവർ കാര്യം മനസ്സിലാക്കാത്ത ആളുകളാകുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് വലിയ നിഅമത്ത് തന്ന് എന്ന് ഒരാൾ കരുതുന്നത് എപ്പോഴാണെന്നറിയാമോ? സമ്പത്തിൽ നല്ല ലാഭമുണ്ടായി, ബിസിനസ് നന്നായി വളർന്നു, ദുനിയാവിൻ്റെ നേട്ടങ്ങളൊക്കെ ലഭിച്ചു, ഉദ്ദേശിച്ച ജോലിയെല്ലാം കിട്ടി,
അങ്ങനെ ദുനിയാവിൽ താൻ ആഗ്രഹിക്കുന്നതൊക്കെ തനിക്ക് ലഭിക്കുകയും അതിൽ വർധനവുണ്ടാവുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഒരാൾ കരുതുന്നത്, എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് ഒരുപാട് ഖൈറാത്തുകൾ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദുനിയാവിൻ്റെ നേട്ടങ്ങളെ ഖൈറിൻ്റെ അടയാളമായി ചില ആളുകൾ കാണുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാതി വഹും ലഹാ സാബിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സ്വത്തിലെയും സന്താനങ്ങളിലെയും വർധനവല്ല ഖൈറ്, മറിച്ച് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? പടച്ച റബ്ബിനെ പേടിച്ച് നടുങ്ങുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വചനങ്ങളെ, അവന്റെ ദൃഷ്ടാന്തങ്ങളെ, അവനയച്ച പ്രവാചകന്മാരെ, അവൻ നൽകിയ വേദഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത തൗഹീദിന്റെ അവസ്ഥ നിങ്ങൾക്കുണ്ടോ? ധനവും അതേപോലെയുള്ള കാര്യങ്ങളും ചെലവഴിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് ഇത് സ്വീകരിക്കുമോ എന്ന പേടിയോടുകൂടി, ഭയപ്പാടോടുകൂടി, തഖ്വയോടുകൂടി, ഇഖ്ലാസോടുകൂടി ദാനധർമ്മം ചെലവഴിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവരാണ് ഖൈറാത്തിൽ മത്സരിക്കുന്നവർ, അവർ അതിൽ മത്സരിച്ചു മുന്നേറുകയും ചെയ്യുന്നതാകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് ഖൈറ്. ആദ്യം പറഞ്ഞതല്ല, ഈ പറഞ്ഞതെല്ലാമാണ് ഖൈറ്. പക്ഷെ മനുഷ്യന്മാർ ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, എല്ലാവരുടെ ഹൃദയവും ഈ വിഷയത്തെ തൊട്ട് അശ്രദ്ധയിലാണ്. ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏറ്റവും വലിയ അധ്വാനം ഏത് വിഷയത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ഏത് മേഖലയിലുള്ള വിദ്യാഭ്യാസ വിജയത്തെക്കുറിച്ചാണ് രക്ഷിതാവ് കൂടുതൽ ചിന്തിക്കുന്നത് എന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ അത് സ്കൂളിലാണോ അതല്ല മദ്രസയിലാണോ, എവിടെയാണ് നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ഉറക്കൊഴിഞ്ഞത് ദുനിയാവിന് വേണ്ടിയാണോ ദീനിന് വേണ്ടിയാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയാണോ അതല്ല ദീനിന് വേണ്ടിയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, മനുഷ്യന്റെ ഹൃദയം ഇതിനെക്കുറിച്ച് അശ്രദ്ധയിലാണ്. വലഹും അഅമാലും മിൻ ദൂനി ദാലിക്, അവർക്കിതല്ലാത്ത വേറെ കുറേ പ്രവൃത്തിയാണുള്ളത്. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ല, ആരും അടങ്ങിയിരിക്കുന്നില്ല, എല്ലാവരും അധ്വാനത്തിലാണ്. പക്ഷേ വലഹും അഅമാലും മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ, അവർ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അവർ ദുനിയാവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞതുപോലെ, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, ക്ഷണികമായ ഈ ലോകത്തെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പരലോകത്തെ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ് ഈ ദുനിയാവിലെ ജീവിതം. ആര് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടുമെന്ന് നമുക്ക് പറയുക സാധ്യമല്ല. തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ വാലിദായിട്ടുള്ള NV സാലിംക, അദ്ദേഹത്തിൻ്റെ മകനും സുഹൈലും കുടുംബവും ഒരു യാത്രയിൽ അപകടത്തിൽ പെട്ടു. അവരുടെ ഭാര്യ, സുഹൈലിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി, കുഞ്ഞു മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകട്ടെ. അവരുടെ കുടുംബത്തിന് അതിനേക്കാൾ ഖൈറായത് അള്ളാഹു പകരം നൽകട്ടെ. അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു താക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് ആർക്കും സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം. അതാണ് അള്ളാഹു പറയുന്നത്, ക്ഷണികമാണ് ഈ ദുനിയാവിലെ ജീവിതം, ഏത് നിമിഷവും അത് അവസാനിക്കാം. എന്നാൽ എന്നെന്നും അവസാനിക്കാതെ നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട്, അതാണ് പരലോകം. പക്ഷേ ആ പരലോകത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല എന്നാണ്. ശരിയായ വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ അറിവ് നൽകപ്പെട്ട ആളുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക തൗഹീദിനും സൽപ്രവർത്തനങ്ങൾക്കുമായിരിക്കും.
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിൽ 79 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഭൗതികമായ സമ്പത്ത് നൽകി. ഖാറൂൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടക്കാരനായിരുന്നു ഖാറൂൻ. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തിൻ്റെ ആധിക്യമൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ അയാളുടെ മുഴുവൻ സമ്പത്തും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആ സമ്പത്തുമായി അയാൾ പുറത്തിറങ്ങി. فخرج على قومه في زينته قال الذين يريدون الحياة الدنيا. ഐഹിക ജീവിതം ഉദ്ദേശിച്ച ആളുകൾ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. എന്തൊരു അവസ്ഥയാണത്! ഖാറൂനിന് നൽകപ്പെട്ടതുപോലെയുള്ള സമ്പത്തൊന്നും ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ലല്ലോ. ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. വലിയ ഭാഗ്യമുള്ള ആളാണ്. നോക്കൂ, ഈ പറഞ്ഞ രൂപത്തിലുള്ളൊരു സംസാരം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നാം ഒക്കെ പലപ്പോഴും സംസാരിച്ച് പോവാറുണ്ട്. ഒരു നല്ല കാറ് അയൽവാസിക്കുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരനുണ്ട്, എന്തൊരു ഭാഗ്യമാണ്. അതുപോലൊരു കാറ്, എന്തൊരു ജോലിയാണ് അയാൾക്ക് കിട്ടിയത്, എത്രയാ സാലറി, അതുപോലൊരു ജോലി. ഇങ്ങനെ തുടങ്ങി ദുനിയാവിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്, വലിയ നസീബുള്ള ആളാണ്, ദുനിയാവിൽ എന്തൊരു സമ്പത്താണ് എന്നും. ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് റദ്ദ് പറഞ്ഞ ഒരു ടീമുണ്ട്. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വഖാലല്ലദീന ഊതുൽ ഇൽമ. നോക്കൂ, അറിവ് നൽകപ്പെട്ട ആളുകൾ അപ്പോൾ പറഞ്ഞു അവരോട്, എന്താണ് പറഞ്ഞത്? വൈലക്കും, നിങ്ങൾക്ക് നാശം. നിങ്ങളുടെ ഈ അഭിപ്രായം നിലനിൽക്കുന്ന അഭിപ്രായമല്ല. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. സവാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രതിഫലം, റഹ്മാനായ റബ്ബ് പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതെന്തോ അതാകുന്നു ഖൈർ. ആർക്ക്? ലിമൻ ആമന വഅമില സാലിഹാ. ലിമൻ ആമന വഅമില സാലിഹാ. തൗഹീദ്, അതാണ് പ്രധാനം. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച, എന്നെയും നിങ്ങളെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവന്ന അതുല്യനും തുല്യതയില്ലാത്ത നാമങ്ങളുടെ, അസ്മാഉകളുടെ, സിഫാത്തുകളുടെ ഉടമയായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരടിമ തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് തിരിച്ചറിയാത്തവന് ദുനിയാവ് മുഴുവൻ നേടിയിട്ടെന്ത് കാര്യം? തൻ്റെ റബ്ബിനെ തിരിച്ചറിയാത്തവൻ, അവൻ്റെ ഏകത്വം തിരിച്ചറിയാത്തവൻ, അവൻ്റെ റുബൂബിയത്തിലും അസ്മായിലും സിഫാത്തിലും അവൻ്റെ ഉലൂഹിയത്തിലുമുള്ള റഹ്മാനായ റബ്ബിൻ്റെ ഏകത്വം പഠിക്കാത്തവന്, അതിൽ വിശ്വസിക്കാത്തവന് ദുനിയാവ് മുഴുവൻ ലഭിച്ചിട്ടെന്ത് കാര്യം? അതുകൊണ്ട് ഏറ്റവും പ്രധാനം തൗഹീദാണ്, അള്ളാഹുവിനുള്ള ഈമാനാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കലാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. രണ്ടാമത്തത് വഅമില സാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. സത്യവിശ്വാസവും സൽക്കർമ്മവും. പക്ഷെ ഒരു കാര്യം അവിടെ അവർ പ്രത്യേകം പറഞ്ഞു, വിവരമുള്ളവർ. എന്താ പറഞ്ഞത്? വലാ യുലഖാഹാ ഇല്ല സ്സാബിറൂൻ. ക്ഷമാലുക്കൾക്കല്ലാതെ അത് നേടിയെടുക്കാൻ കഴിയില്ല. ഈ ആശയം മനസ്സിലാക്കി അതിൽ അടിയുറച്ചു നിൽക്കാൻ ക്ഷമ വേണം. ഇല്ലെങ്കിൽ ദുനിയാവ് എപ്പോഴും നിങ്ങളെ അതിൻ്റെ അലങ്കാരങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ദുനിയാവ് നിങ്ങളുടെ മുന്നിൽ ഭംഗിയായി കൊണ്ടിരിക്കും. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഭൂമിക്ക് മേലെയുള്ളതിനെയെല്ലാം നാം സീനത്താക്കിയിരിക്കുന്നു. എന്തിനാണത്? നിങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണത്, പരിശോധിക്കാൻ വേണ്ടിയാണ്. ആ അലങ്കാരങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്, ആ ഭംഗിയോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ടാണല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തു ത്വാഹയിലെ 131, 132 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി. ഓ പ്രവാചകരെ, താങ്കൾക്ക് ചുറ്റിലുമുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സമ്പത്ത് കണ്ട് താങ്കളുടെ ദൃഷ്ടി താങ്കൾ അങ്ങോട്ട് പായിപ്പിക്കല്ലേ, ദുനിയാവിലേക്ക് പായിപ്പിക്കല്ലേ. വലിയ സമ്പത്തുള്ള സാമ്രാജ്യമുള്ള ആളുകളുണ്ടാകാം, പക്ഷേ താങ്കളുടെ ദൃഷ്ടി അങ്ങോട്ട് പോവണ്ട. അവർക്കെല്ലാം അത് അല്ലാഹു കൊടുത്തത് എന്തിനാണ്? ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്.
സമ്പത്ത് കൊടുത്തവൻ ആ സമ്പത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്തു, സ്ഥാനമാനങ്ങൾ കൊടുത്തവർ ആ സ്ഥാനമാനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു, ജോലി ലഭിച്ചവർ ആ ജോലി ആ അമാനത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്തു. അങ്ങനെ ഓരോരുത്തരും അതിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണം മാത്രമാണത്. അതുകൊണ്ട് അതിലേക്ക് നബിയെ താങ്കളുടെ കണ്ണുകളെ പായിപ്പിക്കേണ്ടതില്ല. നിന്റെ രക്ഷിതാവിന്റെ റിസ്ഖാണ് ഖൈറായിട്ടുള്ളതും എന്നെന്നും അവശേഷിക്കുന്നതും. അപ്പോൾ എന്നെന്നും അവശേഷിക്കുന്നതും ഏറ്റവും ഖൈറായിട്ടുള്ളതും റഹ്മാനായ റബ്ബിന്റെ റിസ്ഖാണ്. അത് റഹ്മാനായ റബ്ബ് പരലോകത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? പ്രാധാന്യം കൊടുക്കേണ്ടത് 132 പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. 5 വഖ്ത് നമസ്കാരം താങ്കളുടെ കുടുംബത്തോട് കൽപ്പിക്കുക. ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷേ 5 വഖ്ത് നമസ്കരിക്കാത്തവന് ഒരു നല്ല ജോലി കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത് പ്രിയപ്പെട്ടവർ? നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരു കുടുംബം എത്ര വലിയ സാലറി വാങ്ങിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. വഅ്മുർ അഹ്ലക ബിസ്സലാ, കുടുംബത്തോട് നമസ്കരിക്കാൻ പറയും. വസ്തബിർ അലൈഹ, താങ്കളും ക്ഷമയോടുകൂടി നമസ്കരിക്കുന്ന ആളായിരിക്കണം. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനമൊന്നും ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക്, നിങ്ങൾക്കുള്ള ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് എത്തിച്ചു തരും. വൽ ആഖിബതു ലിത്തഖ്വാ, ധർമ്മനിഷ്ഠക്കാണ് ശുഭകരമായ പര്യവസാനമുള്ളത്. ഏറ്റവും നല്ല പര്യവസാനം ധാർമ്മിക ബോധത്തിനാണുള്ളത്. പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കലാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. നിങ്ങൾക്കുള്ള റിസ്ക് മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിങ്ങൾ 4 മാസം പിന്നിടുമ്പോഴേക്ക് മരണം വന്നെത്തുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമായ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കുന്നുണ്ട്. അല്ലാഹു അത് നിങ്ങൾക്ക് എഴുതി വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ബേജാറ് വേണ്ട. അതുകൊണ്ട് തഖ്വയും ഈമാനും സൽപ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ ജോലി തിരക്കുകളും ഈ ദുനിയാവിൻ്റെ എന്ത് തന്നെ തിരക്കുകളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് ഈമാനും സൽക്കർമ്മങ്ങളും നമ്മൾ സംശീകരിക്കുന്നില്ലെങ്കിൽ ജീവിതം വൃഥാവിലായി പോകുമെന്ന് തിരിച്ചറിവുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും. അപ്പോൾ ഈ ദുനിയാവിനെ പരിഗണിക്കേണ്ടതില്ലേ? നാം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് അധ്വാനിക്കണ്ടേ, കച്ചവടം ചെയ്യണ്ടേ, എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? അതൊന്നും വേണ്ട എന്നാണോ ഇസ്ലാം പറയുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്ത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ഖാറൂനിനെ സംബന്ധിച്ച് മറ്റൊക്കെ പറയുന്നത്. ഈ 77-ാമത്തെ ആയത്തിൽ ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ഒരു അസ്ല് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് ജീവൻ നൽകി നമ്മളെ കൊണ്ടുവന്നു. ഈ തത്വം നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിൽ വിജയിക്കാൻ പറ്റും. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് എന്തൊന്നാണോ ഈ ദുനിയാവിൽ നൽകിയത് അതിലൂടെ നീ പരലോകത്തെ തേടുക. നിനക്ക് സ്വത്തുണ്ടോ? അതിനെ പരലോകത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കുക. നിനക്ക് ആരോഗ്യമുണ്ടോ? അതിനെ പരലോകത്തേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുക. നിനക്ക് ഒരു സ്ഥാനമാനം ലഭിച്ചിട്ടുണ്ടോ? ഭരണമുണ്ടോ? അത് പരലോകത്തേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ ദുനിയാവിൽ ലഭിച്ച എന്തെല്ലാം വിഭവങ്ങളുണ്ടോ ആ വിഭവങ്ങളെ പരലോകത്തേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുക. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറക്കേണ്ടതില്ല. ആ ഓഹരി നീ പാടെ ഒഴിവാക്കണ്ട. ഈ ദുനിയാവിൽ അല്ലാഹു ഒരു ഓഹരി വെച്ചിട്ടുണ്ട്, ഒരു നസീബ് വെച്ചിട്ടുണ്ട്. ആ നസീബിനെ മറന്നുകൊണ്ട് വേണ്ട. വലാ തൻസ നസീബക മിനദ് ദുനിയ, മറിച്ച് എന്താ വേണ്ടത്? വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു നിനക്ക് എപ്രകാരമാണോ ഖൈറാത്തുകൾ നൽകിയിട്ടുള്ളത് അതുപോലെ തിരിച്ച് റബ്ബിനോട് നന്ദി കാണിച്ചാൽ മതി. ഭക്ഷണം നൽകിയ റബ്ബിനോട് നന്ദി കാണിക്കുക, ആരോഗ്യം നൽകിയ റബ്ബിനോട് നന്ദി കാണിക്കുക, നല്ലൊരു ജോലി നൽകിയ റബ്ബിനോട് നന്ദി കാണിക്കുക. പല ആളുകളും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥനയാണ്, റബ്ബേ എനിക്കൊരു നല്ല ജോലി തരണേ, എനിക്ക് പരീക്ഷയിൽ പാസ്സാവണം, അതിൻ്റെ ദിക്ർ, അതിൻ്റെ ദുആ, ഇൻ്റർവ്യൂവിൽ പാസ്സാവാനുള്ള ദിക്ർ, ദുആ, നമസ്കാരം, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്. എന്നാൽ ഒരു ജോലി കിട്ടിയാലോ തഹജ്ജുദ് പോയിട്ട് 5 വക്ത് നിസ്കാരം പോലുമില്ല. എന്താണ്? ജോലി തിരക്കാണ്. ബിസിനസ്സുകൾ വർദ്ധിപ്പിച്ചു, ജമാഅത്തിൽ പങ്കെടുക്കാൻ നേരമില്ല, വെള്ളിയാഴ്ച ജുമയിൽ കൃത്യമായ ഒരു ഖുതുബ കേൾക്കാൻ നേരമില്ല.
ഒരു ഇസ്ലാമികമായ മതപ്രഭാഷണം കേൾക്കാൻ നേരമില്ല, ദർസുകളിൽ പങ്കെടുക്കാൻ നേരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അത് ശരിയല്ല. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് നന്മ ചെയ്ത് തന്നതുപോലെ തിരിച്ച് റഹ്മാനായ റബ്ബിനോട് നീ എന്ത് കാണിക്കണം? നന്ദി കാണിക്കണം. അതുകൊണ്ട് ദുനിയാവിൻ്റെ ഓഹരിയെ ഒരിക്കലും മറക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മിഖ്ദാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദി വഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യൻ തിന്നുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തമായി അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ്. ഒരാളുടെ മുന്നിൽ കൈനീട്ടി യാചിച്ചു വാങ്ങുന്ന ഭക്ഷണമല്ല. അധ്വാനിച്ച് ജീവിക്കുക, പണിയെടുത്ത് ജീവിക്കുക, ജോലി ചെയ്യുക. അങ്ങനെ ജോലിയെടുത്ത് താൻ കഴിക്കുക, തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അതാകുന്നു ഏറ്റവും നല്ല ഭക്ഷണം. ഒരു നബിയായിരുന്നിട്ടും ഒരു രാജാവായിരുന്നിട്ടും മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അധ്വാനിച്ചിട്ട് ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂലിയിൽ നിന്നായിരുന്നു തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്ന്. സുബ്ഹാനല്ലാഹ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വലിയ രാഷ്ട്രത്തിലെ രാജാവാണ്. ഒരുപാട് മുഅ്ജിസാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ രാജാവാണ്. പക്ഷേ എന്നിട്ടും താൻ കഴിക്കുന്ന ഭക്ഷണം സ്വന്തം അധ്വാനത്തിൻ്റെതായിരിക്കണമെന്ന് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും നല്ല റിസ്ക് എന്ന് പറയുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കലാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ യഹ്തതിബ അഹദുകും ഹുസ്മതൻ അലാ ളഹ്രിഹി ഖൈറുൻ മിൻ അൻ യസ്അല അഹദൻ ഫയുഅതിയഹു ഔ യംനഅഹു. നിങ്ങളിൽ ഒരാൾ കാട്ടിൽ പോയി വിറക് വെട്ടി ആ വിറക് ചുമന്നു കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിറ്റ് ആ പണം കൊണ്ട് ജീവിക്കുന്നതാണ് ഒരാളോട് ചോദിച്ച് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് നൽകും, ചിലപ്പോൾ അവർ നിങ്ങൾക്ക് നൽകുകയില്ല. ഇങ്ങനെ നിന്ദ്യമായ ഒരു ജീവിതത്തേക്കാൾ നിങ്ങൾക്ക് ഖൈർ വിറക് വെട്ടിക്കൊണ്ടാണെങ്കിലും ആ ഒരു അധ്വാനത്തിൽ നിന്ന് ഭക്ഷിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി മിഖ്ദാം ഇബ്നു മഅദി കരീബ് അസ്-സുബൈദി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ കസബ അർ-റജുലു കസ്ബൻ, ഒരു വ്യക്തി അധ്വാനിക്കുന്നില്ല, സമ്പാദിക്കുന്നില്ല, ആതിയബ മിൻ അമലി യദിഹി, സ്വന്തമായി പണിയെടുത്തിട്ട് ആ കൂലിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് അയാൾ ഉണ്ടാക്കുന്ന ധനം കൊണ്ട് തിന്നുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെ സമ്പാദിക്കുന്നത് പോലെയുള്ള മറ്റൊരു സമ്പാദ്യവുമില്ല. വമാ അൻഫഖ അർ-റജുലു അലാ നഫ്സിഹി വഅഹ്ലിഹി വവലദിഹി വഖാദിമിഹി ഫഹുവ സദഖ. അങ്ങനെ അധ്വാനിച്ചിട്ട് സ്വന്തത്തിന് ഭക്ഷണം കൊടുക്കുക. നോക്കൂ നിങ്ങൾ, അവിടെ മാ അൻഫഖ അർ-റജുലു അലാ നഫ്സിഹി എന്നാണ്. ഒരാൾ സ്വയം ഭക്ഷണം കഴിക്കുന്നത് പോലും സ്വന്തം ധനം കൊണ്ടാവട്ടെ. അതേപോലെ തന്നെ തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ മക്കൾക്ക്, തൻ്റെ വീട്ടിലെ ഖാദിമിന്, സേവകന് നിങ്ങൾ എന്തൊന്ന് കൊടുത്താലും ഫഹുവ സദഖത്തുൻ, അത് സദഖയാണ്, ദാനധർമ്മമാണ്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കൽ ദാനധർമ്മമാണ്. സ്വന്തത്തെ മറ്റുള്ളവരോട് ചോദിക്കുന്ന അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനിക്കൽ സദഖയാണ്. നാം അധ്വാനിച്ച പണം കൊണ്ട് നാം കഴിക്കുന്നത് പോലും സദഖയാണ്. ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ശ്രദ്ധിക്കുക. നമ്മൾ അധ്വാനിച്ച് നമുക്ക് ദാഹിച്ചു, നാം വെള്ളം വാങ്ങി നാം കുടിച്ചാൽ അത് സദഖയാണ്, നാം നമ്മുടെ മേൽ ചെയ്ത സദഖ. പലരും തെറ്റിദ്ധരിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് സദഖയാവുന്നത് എന്നാണ്. അല്ല, നാം കഴിക്കുന്നത് പോലും സദഖയാണ്. നമ്മുടെ അധ്വാനത്തിൻ്റെ പണമാണെങ്കിൽ മക്കൾക്ക് കൊടുത്താൽ സദഖയാണ്, ഭാര്യയ്ക്ക് കൊടുത്താൽ സദഖയാണ്, വീട്ടിലെ വേലക്കാർക്ക് കൊടുത്താൽ സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുൽ കസ്ബി അത്യബ്, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി, ഒരു വ്യക്തി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കലാണ്. വകുല്ലു ബൈഇൻ മബ്റൂറിൻ, ശ്രദ്ധിക്കുക,
പുണ്യകരമായ എന്ന് പറഞ്ഞാൽ ഹറാമില്ലാത്ത ഏതൊരു കച്ചവടവും നല്ല സമ്പാദ്യമാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്യാം, നല്ല കച്ചവടമാകാം. ഇസ്ലാം ഹറാമാക്കാത്ത ഒന്നും വിൽപ്പന നടത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയ, ഖുർആനിലൂടെ ഹദീസുകളിലൂടെ നിഷിദ്ധമാണെന്ന് പറഞ്ഞ കച്ചവടം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കുല്ലു ബൈഇൻ മബ്റൂർ എന്ന് പറഞ്ഞത്. മബ്റൂറായ അനുവദിക്കപ്പെട്ട ബിസിനസ് അത് തന്നെ അനുവദിക്കപ്പെട്ട രൂപത്തിലായിരിക്കണം. നമ്മൾ വിൽക്കുന്ന സാധനം മാത്രം ഹലാലായാൽ പോരാ, കച്ചവടം ചെയ്യുന്ന രീതിയും ഹലാലായിരിക്കണം. കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പാടില്ല, മറച്ചു വെച്ച് കച്ചവടം ചെയ്യാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെ തെറ്റിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും തെറ്റിക്കാൻ പാടില്ല. ആ നിലക്ക് നിങ്ങൾ കച്ചവടം ചെയ്യുകയാണോ അത് ഏറ്റവും നല്ല സമ്പാദ്യമാണ്. ആ നിലക്ക് നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്തിട്ട് സാലറി വാങ്ങുകയാണോ, കൂലി വാങ്ങുകയാണോ എങ്കിൽ അത് ഏറ്റവും വലിയ സമ്പാദ്യമാണെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഓരോരോ ജോലികളുള്ളവരാണ്. ഓഫീസിൽ ജോലിയുള്ളവരുണ്ട്, കമ്പനികളിൽ ജോലിയുള്ളവരുണ്ട്, കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് ജോലികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇമാം തബറാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു പറയുന്നു, മറ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൂടെ ഒരു വ്യക്തി കടന്നു പോവുകയുണ്ടായി. ഫറഅ അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിൽദിഹി വനശാതി, അയാളുടെ ഉന്മേഷവും ആവേശവും സഹാബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ചില ആളുകളെ നമുക്ക് കാണാം, അവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അവർ അധ്വാനിക്കുകയാണ്. വെയിലും മഴയും ഒന്നും വിഷയമല്ല, അവർ അധ്വാനിക്കുന്നു, ഓടി നടക്കുന്നു, നന്നായി ജോലി ചെയ്യുന്നു. അങ്ങനെ നല്ല ഉത്സാഹത്തിൽ ജോലി ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ അധ്വാനം യുദ്ധത്തിലായിരുന്നെങ്കിൽ. കാരണം ഒരു യുദ്ധത്തിൽ ഒരു യോദ്ധാവിന് കാണേണ്ട ആവേശമാണ് ആ വ്യക്തി അധ്വാനിക്കുന്നതിൽ കാണിക്കുന്നത്. യുദ്ധമുന്നണിയിലെ ഒരു യോദ്ധാവ് എത്രമാത്രം ഉത്സാഹത്തോടു കൂടിയാണോ യുദ്ധമേഖലയിൽ നിലകൊള്ളേണ്ടത്, അവിടെ ഉറക്കം തോന്നാൻ പാടില്ലല്ലോ. അതുപോലെ അധ്വാനിക്കുന്നത് കണ്ടപ്പോഴാണ് അവർ പറയുന്നത്, ഇതെങ്ങാൻ യുദ്ധത്തിലായിരുന്നെങ്കിൽ എന്ന്. അതിൻ്റെ പ്രതിഫലവും അതോടൊപ്പം ആ ഉത്സാഹവും എല്ലാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്, തൻ്റെ കുഞ്ഞുമക്കളെ പോറ്റാൻ വേണ്ടിയാണ് അയാൾ അധ്വാനിക്കുന്നതെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരമാണ്. അൽഹംദുലില്ലാഹ്. സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഒരുപാട് പിതാക്കന്മാർ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. ഗൾഫിലൊക്കെ വന്നിട്ട് ഓരോ ആളുകളോടും ചോദിക്കുമ്പോൾ എത്ര വർഷമായി, 15, 20, 30, 50 എന്നൊക്കെയാണ് ഓരോ ആളുകളും മറുപടി പറയുന്നത്. ആർക്കു വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ ആ ഉറക്കമൊഴിയൽ വെറുതെ ആവുകയില്ല. ആ നമ്മുടെ നാട് വിട്ട് ഉമ്മായെയും ഉപ്പയെയും നമ്മുടെ സഹോദരന്മാരെയും സഹോദരികളെയും എല്ലാവരെയും വിട്ട്, പ്രിയപ്പെട്ടവരെ വിട്ടിട്ടുള്ള നമ്മുടെ ഈ അധ്വാനം ഇൻഷാ അല്ലാഹ് വെറുതെ ആവുകയില്ല. ഫഹുവ ഫീ സബീലില്ലാഹ് വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ്. വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. പലരും വീട്ടിൽ നിന്ന് വരുന്നത് ഉപ്പ കടത്തിലാണ്, ഉമ്മാക്ക് പ്രയാസമുണ്ട്, വീട് നോക്കാൻ ഉമ്മാക്കും ഉപ്പാക്കും സാധിക്കുന്നില്ല. ആ വൃദ്ധരായ എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കണം, എനിക്ക് അവരെ സംരക്ഷിക്കണം എന്ന് ചിന്തിച്ച് ഒരുപാട് ആളുകൾ ജോലിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കൂ അടുത്ത വേർഡ്, വഇൻ കാന യസ്ആ അലാ നഫ്സിഹി യുഇഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. ഒരാൾക്ക് ഭാര്യയല്ല എന്ന് വിചാരിക്കാം, മക്കളുമില്ല, മാതാപിതാക്കളുള്ള ഒറ്റത്തടിയാണ്, എന്നാൽ പിന്നെ ആരോടെങ്കിലും ഒക്കെ വാങ്ങി അങ്ങനെ ജീവിക്കാം, കാരണം എനിക്ക് ഭാര്യയും മക്കളൊന്നുമില്ല, നോക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റത്തടിയാണ്, എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്നത് അങ്ങനെ വാങ്ങി ജീവിക്കാം എന്നൊരാൾ വിചാരിക്കരുത് എന്നാണ്. മറിച്ച് താൻ കഴിക്കുന്നത് പോലും തൻ്റെ അധ്വാനമായിരിക്കണം. ഇങ്ങനെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടി ഒരാൾ പണിയെടുക്കുകയാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. എന്നാൽ അടുത്ത വേർഡ് ശ്രദ്ധിക്കുക, വഇൻ കാന ഖറജ റിയാഅൻ വമുഫാഖറതൻ ഫഹുവ ഫീ സബീലി ശൈത്താൻ.
എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും ഫഖ്ർ നടിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയും അഹങ്കരിക്കാൻ വേണ്ടിയുമാണ് ഒരാൾ അധ്വാനിക്കുന്നതെങ്കിൽ അത് ശൈത്താന്റെ മാർഗത്തിലുമാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അപ്പോൾ ദുനിയാവിൻ്റെ തകാസുറല്ല, ദുനിയാവിൻ്റെ തഫാഖുറുകളല്ല, മറിച്ച് നേരത്തെ പറഞ്ഞ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ അത്തരം അധ്വാനങ്ങളൊക്കെ പുണ്യകരമായ പ്രവൃത്തിയായി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവൃത്തിയായി, സദഖയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും ദുനിയാവിന് വേണ്ടി അധ്വാനിക്കരുതെന്നോ കച്ചവടം ചെയ്യരുതെന്നോ പഠിക്കരുതെന്നോ ജോലി ചെയ്യരുതെന്നോ പറയുന്നില്ല. മറിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂനിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവരെ. ഇത് വല്ലാത്തൊരു വിളിയാണ്. പരിശുദ്ധ ഖുർആനിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുർആനിൽ അല്ലാഹു മുഅ്മിനുകളെ വിളിച്ച് വല്ലതും പറയുകയാണെങ്കിൽ ഈമാനുള്ളവർക്കൊന്ന് ചെവി കൊടുത്ത് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഖൈറായ എന്തോ ഒന്ന് അല്ലാഹു പറയാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഷർറാകുന്ന എന്തോ ഒന്നിൽ നിന്ന് അല്ലാഹു നിങ്ങളെ തടയാൻ പോവുകയാണ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് നിരന്തരമായി കേട്ടിട്ട് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകരുത് എന്നർത്ഥം. മറിച്ച് അല്ലാഹുവിൻ്റെ വിളിയാണത്. ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹുവും റസൂലും നിങ്ങളെ വിളിക്കുമ്പോൾ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ജീവിതം നൽകുന്നതിലേക്കാണ് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവരെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ഇതാണ് വിഷയം. നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സമ്പത്തോ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക്, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കൾ കാരണം അല്ലാഹുവിൻ്റെ ദിക്റിൽ അശ്രദ്ധ വന്നാൽ, തൻ്റെ സമ്പത്ത് കാരണം, ബിസിനസ് കാരണം, കച്ചവടം കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ഹക്കുകളിൽ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അവർ തന്നെയാകുന്നു വലിയ നഷ്ടക്കാരായ ആളുകൾ. അപ്പോൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ ജോലിയോ അതേപോലെയുള്ള സമ്പാദ്യങ്ങളോ കൃഷിയോ ഒന്നും തന്നെ റഹ്മാനായ റബ്ബിന് നൽകേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് നിങ്ങളെ അശ്രദ്ധമാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം ഇത് പാരായണം ചെയ്യാനുള്ള, ഈ അധ്യായം പാരായണം ചെയ്യാനുള്ള കാരണങ്ങളിലൊന്ന് ഉലമാക്കൾ പറയുന്നത്, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ, ജനങ്ങൾ ധാരാളം ഒരുമിച്ച് കൂടുന്ന വേദികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇത് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു എന്നാണ്. കാരണം അവർ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ആ കടകളൊക്കെ പൂട്ടിയിട്ടാണ് പള്ളിയിലേക്ക് ഖുതുബ കേൾക്കാൻ വേണ്ടി വരുന്നത്, നിസ്കരിക്കാൻ വേണ്ടി വരുന്നത്. അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ നിങ്ങൾക്കൊരു മരണം വരാനുണ്ട്. അന്ന് നിങ്ങൾ പറയരുത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. റഹ്മാനായ റബ്ബെ, കുറച്ചുകൂടി സമയം എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ സദഖ ചെയ്യുകയും ചെയ്യാം എന്ന് നിങ്ങൾ പറയും. അല്ലെങ്കിൽ ഞാൻ സത്യപ്പെടുത്താം, ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാം എന്ന് നിങ്ങൾ പറയുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ മരണം ഏത് സമയം പിടികൂടുമ്പോഴും യാതൊരു മനപ്രയാസവും ഇല്ലാതെ മരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവണം. എപ്പോൾ മരിക്കുകയാണെങ്കിലും, അത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ, ജോലി ചെയ്തുകൊണ്ടിരിക്കെ, യാത്ര ചെയ്തുകൊണ്ടിരിക്കെ, കിടന്നുറങ്ങുന്ന സമയത്ത്, ഏത് സമയത്ത് മലക്കുൽ മൗത്തിനെ കാണുമ്പോഴും സമാധാനത്തോടുകൂടി റൂഹിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട മുറപ്രകാരം ഭയപ്പെട്ട് ജീവിക്കണം. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അഥവാ അള്ളാഹുവിന് കീഴൊതുങ്ങുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ.
ഒരു നഫ്സിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഒരൽപ്പം പോലും സമയം അല്ലാഹു നീട്ടിക്കൊടുക്കുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നിങ്ങളുടെ രാവുകളെക്കുറിച്ച് അല്ലാഹുവിനറിയാം, നിങ്ങളുടെ പകലുകളെക്കുറിച്ച് അല്ലാഹുവിനറിയാം, നിങ്ങളുടെ സ്വദേശത്തെക്കുറിച്ച് അല്ലാഹുവിനറിയാം, നിങ്ങളുടെ വിദേശത്തെ സംബന്ധിച്ചും അല്ലാഹുവിനറിയാം, നിങ്ങളുടെ രഹസ്യവും പരസ്യവും അല്ലാഹുവിനറിയാം. അതുകൊണ്ട് നിങ്ങളെ അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു നിങ്ങളെ പിടികൂടുന്നത് എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മിൽ ഓരോരുത്തരുടെയും ആയുസ് എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്രാമത്തെ സെക്കൻഡ് എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തുന്നത് മനുഷ്യന്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ മരിപ്പിച്ചതിന് ശേഷം റഹ്മാനായ റബ്ബിന് അല്പം കൂടി സമയം അയാൾക്ക് കൊടുത്താൽ അയാൾ നന്നാകുമായിരുന്നു എന്ന ഒരു ഖേദം റബ്ബിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരാളെ നേരത്തെ പിടിച്ചാൽ ഉണ്ടാവില്ല, ഒരാളെ വൈകി പിടിച്ചാൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ ആയുസ് ആ സമയത്ത് തന്നെയാണ്, നിങ്ങളുടെ അജല് അള്ളാഹു നിശ്ചയിച്ചത് അവിടെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ റഹ്മാനായ റബ്ബ് നിങ്ങളുടെ അമലുകളെ സംബന്ധിച്ച് അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. അങ്ങനെയുള്ള ആ റഹ്മാനായ റബ്ബ് നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് നമ്മുടെ ഈമാനും തഖ്വയും അമലുകളും നമ്മൾ ശരിയാക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, സൂറത്തുൻ നൂറിലെ 36 മുതൽ 38 വരെ ഉള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിന്റെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ആ അധ്യായത്തിന്റെ പേര് തന്നെ അന്നൂർ എന്നാണ്. 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂർ, പ്രകാശം. അള്ളാഹുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു. എന്നിട്ട് ആ പ്രകാശത്തെ വർണ്ണിച്ച് പിന്നീട് റഹ്മാനായ റബ്ബ് ആ പ്രകാശത്തെ വിശേഷിപ്പിക്കുന്നത് ആ പ്രകാശം എവിടെയുണ്ട്? ഫീ ബുയൂത്തിൻ, ചില വീടുകളിലുണ്ട്. അഥവാ അല്ലാഹുവിന്റെ മസ്ജിദുകളിലാണ് ആ പ്രകാശം. ലൈസ ഫിത് ത്വരീഖ് വലാ ഫിൽ മഹല്ലാത്ത്, ത്വരീഖുകളിലല്ല, മഹല്ലാത്തുകളിലല്ല, മകാത്തിബുകളിലല്ല, മറിച്ച് എവിടെയാണ്? ഫീ ബുയൂത്തിൻ, അള്ളാഹുവിന്റെ വീടുകളിലാണ് ആ പ്രകാശമുള്ളത്. അതിന് അല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫീഹ ഇസ്മുഹു, ഉയർത്തപ്പെടാനും റഹ്മാനായ റബ്ബിന്റെ നാമം സ്മരിക്കപ്പെടാനും അല്ലാഹു അനുവാദം നൽകിയ മസ്ജിദുകളിലാണ് ആ പ്രകാശമുള്ളത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന്റെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാകുന്നു അവർ. വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവർ പള്ളികളിലാണുള്ളത് എന്നാണ്. അപ്പോൾ എന്താണ്? പള്ളിയിൽ തന്നെ വേറെ പണിയൊന്നുമില്ലാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റിജാലും, അവർ കുറച്ച് മുസ്ലിമീങ്ങളായ വിശ്വാസികളാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉ, അവർക്ക് കച്ചവടമുണ്ട്, ബിസിനസ്സുണ്ട്, ഒന്നുമില്ലാഞ്ഞിട്ടല്ല, ഇത് രണ്ടുമുണ്ട്. പക്ഷേ ഈ കച്ചവടവും ഈ ബിസിനസ്സും അവരെ തടയുന്നില്ല എന്തിൽ നിന്ന്? അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്ത്, സകാത്ത് നൽകാൻ അവർക്ക് തടസ്സമാവുന്നില്ല ബിസിനസ്. 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാനും അവർക്ക് അവരുടെ കച്ചവടം തടസ്സമാവുന്നില്ല. എന്ന് പറഞ്ഞാൽ തനിക്ക് ജോലിയുണ്ടെങ്കിലും കച്ചവടമുണ്ടെങ്കിലും അള്ളാഹുവിനുള്ള ഹക്കുകൾ നൽകുന്നതിൽ നിന്ന് അത് ഒരിക്കലും തടസ്സമാകുന്നില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ നമസ്കാരത്തിനും മറ്റും ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും മാറി മറഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ പേടിച്ചിട്ടാണ്. അല്ലാതെ ആ സമയത്ത് ഉണ്ടാകുന്ന ലാഭത്തെക്കുറിച്ചുള്ള കാൽക്കുലേഷൻ ഇല്ലാഞ്ഞിട്ടല്ല. ബിസിനസ് ഇല്ലാത്ത സമയം നോക്കി പള്ളിയിൽ വന്നിരിക്കല്ല, നല്ല ബിസിനസ്സാണെന്നറിയാം. ആ സമയത്ത് കടയിലില്ലെങ്കിൽ പല പ്രയാസങ്ങളുണ്ടെന്നറിയാം. പക്ഷേ അതിനേക്കാൾ ഗൗരവം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഗൗരവമേറിയ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ സംബന്ധിച്ചുള്ള പേടി കൊണ്ടാണ് അവർ കൃത്യമായി നമസ്കരിക്കുകയും മറ്റു കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും
നഷ്ടമുണ്ടോ? നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് അവൻ്റെ ഗ്രന്ഥത്തിൽ ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ വേദഗ്രന്ഥത്തിൽ ഞാൻ ഒന്നും പറയാതെ വിട്ടിട്ടില്ലെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വമ്പിച്ച ഓഫറാണ് പറയുന്നത്. ആ ഓഫർ ഈ ദുനിയാവിലെ കച്ചവടത്തിലില്ല. പടച്ചറബ് പറയുന്ന ഈ ഓഫർ ദുനിയാവിലെ കച്ചവടത്തിൽ ആ ലാഭമില്ല. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിന് അല്ലാഹു അവർക്ക് ജസാ നൽകുവാൻ, പ്രതിഫലം നൽകുവാൻ, വയസീദഹും മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഫദ്ലിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കും ഇൻഷാ അല്ലാഹ്. റബ്ബിനെ മറക്കാതെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ ബറക്കത്തുണ്ടാകും. അല്ലാഹുവിനെ മറക്കാതെ നിങ്ങൾ കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. വേറൊരാൾക്ക് ലഭിക്കാത്തതിനേക്കാൾ ബറക്കത്ത് തൗഹീദും 5 വക്ത് നമസ്കാരവും പടച്ച റബ്ബിനെ പേടിച്ച് സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് അവന്റെ ഫദ്ല് കൊണ്ട് ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാതെ അല്ലാഹു അവർക്ക് ലാഭം നൽകുന്നു. ഇവിടെയും കിട്ടും, പരലോകത്തും കിട്ടും ഇൻഷാ അല്ലാഹ്. ഈ ദുനിയാവിലും കിട്ടും, പരലോകത്തും കിട്ടും. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, റഹ്മാനായ റബ്ബ് സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഖൈറായത് പ്രതിഫലമായി നൽകും, സിയാദത്തും ഉണ്ടാകും പരലോകത്ത്. റഹ്മാനായ റബ്ബിനെ അവർക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെയുള്ള എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് വേണം. വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ജുമുഅയിൽ നിങ്ങൾ നോക്കൂ, ഈ 2 അധ്യായങ്ങളും നമ്മെ പരലോകത്തെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചും നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമുഅയിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അവിടെയും വിളിക്കുന്നത് ഈമാനുള്ളവരെയാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ, വദറുൽ ബൈഅ, നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് തിരക്കിട്ട് വന്നോളൂ, കച്ചവടം ഒഴിവാക്കിക്കൊള്ളുന്നതാണ്. വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് ഇൽമുണ്ടോ, വിവരമുണ്ടോ, വിജ്ഞാനമുണ്ടോ, വിവേകമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ചെറിയ കാര്യമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അറിവിന്റെ അടയാളമാണത്. നിങ്ങൾ ശരിക്കും ഇൽമുള്ളവരാണോ, ശരിക്കും പഠിച്ചവരാണോ എങ്കിൽ പടച്ച റബ്ബിനെ മറന്നുള്ള ഒരു കാര്യവും ദുനിയാവിൻ്റെതുണ്ടാവില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അവിടെ പള്ളിയിൽ തന്നെ ഇരിക്കണം എന്ന് റബ്ബ് പറയുന്നുണ്ടോ? ഇല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, ഭൂമിയിലേക്ക് ഇറങ്ങി വീണ്ടും കച്ചവടം ചെയ്തോളൂ. തീരെ കച്ചവടം ചെയ്യണ്ടെന്ന് റബ്ബ് പറഞ്ഞോ? ഈ ഉമ്മത്തിന് അല്ലാഹു നിർബന്ധമാക്കിയത് 5 വക്ത് നമസ്കാരമാണ്. ഈ 5 വക്ത് നമസ്കാരം മൊത്തത്തിലെടുത്താൽ അതിൻ്റെ സമയം ഏകദേശം ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടൂല. സുബയും ളുഹറും അസറും മഗ്രിബും ഇശാവും എല്ലാം കൂടിയുള്ള നിസ്കാരത്തിൻ്റെ സമയം നോക്കിയാൽ ഒരു അരമണിക്കൂർ പോകട്ടെ, 1 മണിക്കൂറെങ്കിലും അതിൻ്റെ വുളുവും സുന്നത്തും എല്ലാം കൂടി കണക്കാക്കിയാൽ 24 മണിക്കൂർ ഒരു ദിവസം നൽകിയിട്ട് അതിൽ നിന്ന് 1 മണിക്കൂറാണ് റബ്ബ് ചോദിക്കുന്നത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയാണ്, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫദ്ലിൽ തേടിക്കോ, ജോലി ചെയ്തോ, അധ്വാനിച്ചോ, ബിസിനസ് ചെയ്തോ, ഒരു കുഴപ്പവുമില്ല. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില ആളുകളോ വൈദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫദ്ദു ഇലൈഹാ, ഒരു കച്ചവടം കണ്ടാൽ അല്ലെങ്കിൽ ഒരു വ്യർത്ഥമായ വിനോദം കണ്ടാൽ, നോക്കൂ, ഇത് രണ്ടും മനുഷ്യനെ ഇബാദത്തുകളിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, നന്മയിൽ നിന്ന്, ദീന് പഠിക്കുന്നതിൽ നിന്ന് ആളുകളെ അകറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കച്ചവടം, മറ്റൊന്ന് ലഹ്വ്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് എത്ര സമയമാണ് വിനോദങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്? ഒരു ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ ആ ഫുട്ബോൾ കളി കാണാനാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത്. പള്ളിയിലെ ജമാഅത്ത് തെറ്റിയാലും കുഴപ്പമില്ല, ഈ കളി കണ്ടു തീർക്കണം. ക്രിക്കറ്റ്, മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, യൂട്യൂബിലും ഫേസ്ബുക്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ഈ ലഘുവുകൾക്കാണ് പ്രാധാന്യം. ഈ ലഘുവുകളിലേക്ക് ഒരാൾ ആണ്ടിറങ്ങുമ്പോൾ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുന്നതിൽ അത് കുറവ് വരുത്തുന്നുണ്ട്, യാതൊരു സംശയവും വേണ്ടതില്ല. മ്യൂസിക്, അതേപോലെയുള്ള വൃത്തികേടുകൾ,
ഈ വൃത്തികേടുകളിൽ നിരന്തരമായി നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും വ്യാപൃതമാകുമ്പോൾ ഖുർആനിന്റെ മധുരം ആസ്വദിക്കാൻ പറ്റാതെ പോകും, ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ പറ്റാതെ പോകും, നമസ്കാരത്തിന്റെ മധുരം ആസ്വദിക്കാൻ പറ്റാതെ പോകും. സലഫുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത് നമസ്കാരമാണ്. സലഫുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത് ഖിയാമുൽ ലൈലാണ്. സലഫുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. സലഫുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത് അറിവുകളുടെ മജാലിസുകളാണ്. എന്നാൽ ഇൽമിന്റെ മജ്ലിസുകളുടെ മാധുര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാവർക്കും ഈ പറഞ്ഞ രൂപത്തിലുള്ള വിനോദങ്ങളാണ്. സിനിമകളും സംഗീതവും ഗെയിമുകളും മൊബൈൽ ഫോണുകളും അതേപോലെയുള്ള കാര്യങ്ങളിലും വ്യാപൃതരായി അവർ അള്ളാഹുവിന്റെ ദിക്റിന് പ്രാധാന്യം നൽകാത്ത അവസ്ഥ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കച്ചവടമോ ലഹുവോ കണ്ടാൽ അതിലേക്ക് ആളുകൾ പോകുകയും നബിയെ അവർ താങ്കളെ നിൽക്കുന്നവനായി വിട്ടേക്കുകയും ചെയ്യുന്നു. ഖുൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഉള്ളതാണ് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഖൈറായിട്ടുള്ളത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായി ഭക്ഷണം നൽകുന്നവനാകുന്നു. എല്ലാ നിലക്കുമുള്ള റിസ്ഖുകൾ ഏറ്റവും നന്നായി നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ ശ്രദ്ധിക്കണം, ലഹുവിനെ ശ്രദ്ധിക്കണം, വിനോദങ്ങളെ ശ്രദ്ധിക്കണം, വികാരങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദറ, ഈ ദുനിയാവ് നല്ല മധുരമുള്ളതാണ്, പച്ച പിടിച്ചതാണ്. എല്ലാ നിലക്കും ആസ്വാദനങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ നിറച്ചിരിക്കുന്നു. വ ഇന്നല്ലാഹ തആല മുസ്തഖ്ലിഫുകും ഫീഹാ, റഹ്മാനായ റബ്ബ് നിങ്ങളെ ഇവിടെ പരീക്ഷണാർത്ഥം ഓരോ കാര്യങ്ങളിലെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫയൻദുറു കൈഫ തഅമലൂൻ, ഓരോന്നിനും നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുനിയാവിനെ അല്ലാഹു മനോഹരമാക്കി, എന്നിട്ട് മനുഷ്യനെ ഇവിടെ ഖലീഫയാക്കി, ഓരോ കാര്യങ്ങളിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാക്കി. എന്തിനാണത്? ആ ഉത്തരവാദിത്തം അവർ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഫത്തഖുദ് ദുനിയ, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങളെ വഞ്ചിച്ചു കളയും, അത് നിങ്ങളെ തെറ്റിച്ചു കളയും. വത്തഖുൻ നിസാ, അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഏതൊരു മനുഷ്യനും ഏതൊരു സമൂഹവും തിന്മയിലേക്ക് കൂപ്പുകുത്തുന്നതിൽ ഏറ്റവും വലിയ ഒരു കാര്യമായി ഘടകമായി നിലകൊണ്ടിട്ടുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഫിത്നയാണ്. അത് സ്ത്രീകളല്ല ഫിത്ന, ആ സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷൻ ഫിത്നയാവരുത്, ആ പുരുഷനെ സ്ത്രീയും ഫിത്നയാക്കാൻ പാടില്ല. അപ്രകാരം അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്നും തഖ്വയിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയുന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുകയും റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുകയും ചെയ്യണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് അപ്രകാരമാകുന്നു. മാത്രമല്ല, നമുക്ക് എന്തൊക്കെ സുഖസൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ഒരുപക്ഷേ കണക്കില്ലാത്ത പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം ബിസിനസ്സിലൂടെ, മറ്റു ഒരുപാട് നേട്ടങ്ങൾ, വെച്ചടി കയറ്റങ്ങൾ, ഒരു സ്ഥാനത്തിൽ നിന്ന് തൊട്ടടുത്ത പോസ്റ്റ്, പിന്നെ മാനേജർ, അങ്ങനെ വലിയ വലിയ സ്ഥാനങ്ങൾ. ദുനിയാവ് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിനോട് നമുക്ക് വിരക്തി ഉണ്ടായിരിക്കും. പരലോകത്തെ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ദുനിയാവിനോട് വിരക്തി തോന്നുകയില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞ ഖാഇദ തന്നെ അതാണ്. നിങ്ങൾ പരലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ദുനിയാവിനെ ഒരു പരിധിക്കപ്പുറത്ത് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ അടുക്കൽ ഒരാൾ വന്നു. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹൽ ഇബ്നു സഈദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹ് വ അഹബ്ബനി അന്നാസ്, എനിക്കൊരു പ്രവൃത്തി പറഞ്ഞു തരണം, ഞാൻ അങ്ങനെ ചെയ്താൽ അള്ളാഹുവിനും എന്നെ ഇഷ്ടമാവണം, ജനങ്ങൾക്കും എന്നോട് ഇഷ്ടം തോന്നണം. നോക്കൂ, നിങ്ങൾ വല്ലാത്തൊരു ചോദ്യമാണത്. കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്താൽ ജനങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവില്ല.
പക്ഷേ അള്ളാഹുവും അതേപോലെ തന്നെ ജനങ്ങളും എന്നെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ആ സ്വഹാബികളുടെ ആ ഫഹ്മെന്നുണ്ടാകുന്ന ചോദ്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബകല്ലാഹ്. നീ ദുനിയാവിൽ വിരക്തിയുള്ളവനാണ്, ദുനിയാവിനോടുള്ള മോഹം നീ കുറയ്ക്കിയെങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. വസ്ഹദ് ഫീമാ ഫി ഐദിന്നാസ്. ജനങ്ങളുടെ കൈകളിൽ പലതും ഉണ്ടാകും, അതിനോടും നീ വിരക്തി കാണിക്ക്. യുഹിബ്ബുക്കന്നാസ്. ജനങ്ങൾ നിന്നെയും ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക, വേറൊരാളുടെ കയ്യിലുള്ളത് എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ള ചിന്ത തന്നെ മാറിയാൽ തന്നെ ആ മനുഷ്യൻ ഒരുപാട് നന്നാകും. പലരും ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ ധനം, പണം എങ്ങനെ എൻ്റെ പോക്കറ്റിലാക്കാം, ഒരാളെ എങ്ങനെയൊക്കെ പറ്റിക്കാം, ഒരാളെ സ്വത്ത് എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാം, ഒരാൾക്ക് കിട്ടേണ്ട സ്ഥാനം എങ്ങനെയൊക്കെ കൈക്കൂലി കൊടുത്ത് തനിക്കായി നേടിയെടുക്കാം. ഇങ്ങനെ മനുഷ്യന്മാരിൽ നിന്ന് പിടിച്ചു പറിക്കാനാണ് ആളുകൾ ചിന്തിക്കുന്നത്. ദുനിയാവിനെ വാരാൻ വേണ്ടിയാണ് ആളുകൾ ചിന്തിക്കുന്നത്. ദുനിയാവിനോട് താല്പര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിനോടും താല്പര്യമുണ്ടാകും. ദുനിയാവിനോട് വിരക്തി തോന്നുമ്പോൾ മറ്റുള്ളവരുടെ കൈകളിൽ ഉള്ളതിനെക്കുറിച്ച് വല്ലാത്തൊരു ചിന്തയൊന്നും ഉണ്ടാവില്ല. ഈ അസൂയയും വെറുപ്പും മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ ആധുനിക കാലഘട്ടത്തിൽ പലരും പറയുന്നുണ്ടല്ലോ. മനുഷ്യൻ്റെ മനസ്സിനെ സമാധാനം കെടുത്തുന്ന ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ദുനിയാവിനോടുള്ള മോഹമാണ്. ഈ ദുനിയാവിനോടുള്ള മോഹം കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടും. അതെത്ര കണ്ട് കുറയുന്നോ അത്ര കണ്ട് മനുഷ്യ മനസ്സിന് സമാധാനമുണ്ടാകും. എന്നാൽ ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദുനിയാവിലെ വിഭവങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണോ? അല്ല, മറിച്ച് ഉലമാക്കൾ അതിന് വളരെ കൃത്യമായ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, യകൂനു റജുലു സാഹിദൻ വലഹു മാലുൻ. ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അയാൾക്ക് ഭൗതിക വിരക്തിയുള്ള ആളാവാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഭൗതിക വിരക്തി എന്ന് പറഞ്ഞാൽ കാരണം ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് ഭൗതിക വിരക്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു വീടുണ്ടാവരുത്, നല്ല ജോലി ഉണ്ടാവരുത്, ഒരുപാട് സമ്പത്ത് ഉണ്ടാവരുത്, അങ്ങനെയാണോ? അല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞു, അല്ല, ധാരാളം സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നൽകിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ ചെയ്തിരുന്നത്? പ്രവാചകൻ പറയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്, ഉഹുദ് മലയോളം സ്വർണ്ണം ഉണ്ടെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. എന്താണ്? ഞാനത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു കൊടുക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല സമ്പത്തുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ സമ്പത്തിനോട് അമിതമായൊരു ആർത്തി ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്പത്തുള്ള ആളായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങിയ ആളാണ്. എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റുന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത്രമാത്രം ചെലവഴിച്ചിട്ട് ഇന്നാലിന്ന പ്രവൃത്തി ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട്, നല്ല സാമ്പത്തിക ചെലവുള്ള കാര്യമായിക്കൊണ്ട് വിശ്വാസം പറയാം. നല്ല സമ്പത്ത് ചെലവഴിക്കേണ്ട ഒരു വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ട് പറയും, ഇതിലാരാണോ പണം ചെലവഴിക്കുന്നത് അവർക്ക് സ്വർഗമുണ്ട്. ഉടനെ ചാടി കയറി അതൊക്കെ ഏറ്റെടുക്കുന്ന ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ചെലവഴിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? സ്വത്തുള്ളതുകൊണ്ട്. അപ്പോൾ ധനമോ സ്ഥാനമാനങ്ങളോ ഒഴിവാക്കലല്ല ഭൗതിക വിരക്തി. പിന്നെന്താണ്? ഇത് ബുത്തുലിയ സബർ. ഒരു പരീക്ഷണം ഉണ്ടായാൽ ക്ഷമിക്കാൻ പറ്റണം. അതാണ് സാഹിദ് എന്ന് പറയുന്നത്. കോടികളുണ്ട്, പക്ഷെ ഒരൊറ്റ സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ആ കോടികൾ ഉള്ളപ്പോഴും ഇത് നഷ്ടപ്പെട്ടപ്പോഴും ഒരേ മാനസികാവസ്ഥയാണോ? അൽഹംദുലില്ലാ. അതാണ് സുഹദ്, അതാണ് ഭൗതിക വിരക്തി. ഇനി ഒരുപാട് റബ്ബ് നൽകിയാലോ അപ്പോഴും നന്ദിയുള്ളൊരു മനസ്സ്, അഹങ്കരിക്കുന്നില്ല, അമിതമായി ആഹ്ലാദിക്കുന്നില്ല. വല്ലതും തന്നാൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. ഇനി വല്ലതും നഷ്ടപ്പെട്ടാലോ എൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ്, ക്ഷമിക്കുന്നു. ഈ ഒരു അവസ്ഥക്കാണ് സുഹദ് എന്ന് പറയുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സുഹദ് എന്ന് പറഞ്ഞാൽ തർക്കു മാ ലാ യൻഫഉ ഫിദ്ദാരിൽ ആഖിറ. പരലോകത്ത് ഉപകാരമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. ശ്രദ്ധിക്കുക, മനുഷ്യർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ ലോകത്തും പരലോകത്തും ഉപകാരമില്ലാത്തതാണ്. പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിൽ പോലും ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ അവൻ്റെ സമയവും മറ്റും ചെലവഴിക്കുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വർദ്ധിച്ചപ്പോൾ
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിന് ഒരു ഖദർ നമ്മുടെ മനസ്സിൽ കൊടുക്കുക, അതിനപ്പുറത്തേക്ക് കൊടുക്കാതിരിക്കുക. എന്നിട്ട് പരലോകത്തിന് വേണ്ടി ഒരാൾ അധ്വാനിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വിരക്തിയുള്ളവൻ. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ. ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു. ആര്? ഒരാൾ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ. മൻ അസ്ലമ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുക എന്നുള്ളതാണ്. ഖിയാമത്ത് നാളിൽ സത്യനിഷേധികൾ, ലോകത്തിലെ വലിയ വലിയ സാമ്രാജ്യത്തിൻ്റെ ആളുകൾ വരെ പാവപ്പെട്ട ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് പറയുന്നതാണ് എന്ത്? റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, ഞാനും ഒരു മുസ്ലിമായിരുന്നെങ്കിൽ എന്ന്. ഇന്ന് ഇസ്ലാമിനെ തള്ളി പറയുന്നവർ, ഇന്ന് ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ്, പിന്തിരിപ്പനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരിഹസിക്കുകയും കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ പറയുന്നത് ഞാനും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഇസ്ലാമിനെ പരിചയപ്പെടാൻ കഴിയുക എന്നുള്ളതാണ്, മുസ്ലിം ആവാൻ കഴിയുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഖുർആനിനെ വേദഗ്രന്ഥമായി അംഗീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിൻ്റെ റസൂലായി അംഗീകരിക്കാൻ പറ്റുക എന്നുള്ള ആ ഇസ്ലാം എന്ന മതത്തെ ആരാണോ സ്വീകരിക്കുന്നത് അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ഖൈർ. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ അസ്ലമ, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. വറുസിഖ കഫാഫൻ, അതേപോലെ തന്നെ തനിക്ക് തൻ്റെതായ ആവശ്യങ്ങൾക്കുള്ളത് നൽകപ്പെട്ടിരിക്കുന്നു, കൂടുതലുമില്ല കുറവുമില്ല. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, തീർന്നില്ല, പടച്ച റബ്ബ് എന്താണോ തനിക്ക് നൽകിയത് അതിൽ അയാൾ സംതൃപ്തനാണെങ്കിൽ അയാൾ വിജയിച്ചു. ഇല്ലെങ്കിൽ ലക്ഷങ്ങളുണ്ടായിട്ടും അസ്വസ്ഥമായി ജീവിക്കുന്നവരാണ്. കോടികളുണ്ട്, വലിയ സ്വത്തുണ്ട്, പക്ഷെ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, നെട്ടോട്ടം ഓടുകയാണ്. കാരണം എന്താണ്? മതിയായിട്ടില്ല. അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ തന്നെ എത്ര കിട്ടിയാലും ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നാൽ എത്ര കുറച്ചാണെങ്കിലും ചെറിയൊരു ജോലി, ചെറിയൊരു കൃഷി, അന്നേക്കുള്ള ജീവിതം, പക്ഷേ രാജാവിനെ പോലെ കിടന്നുറങ്ങുന്നത് ഒരു പക്ഷേ അയാളായിരിക്കും. സ്വസ്ഥമായി കിടന്നുറങ്ങാണ്, ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. എന്തുകൊണ്ടാണത്? റഹ്മാനായ റബ്ബ് നൽകിയതിൽ സംതൃപ്തി ഉണ്ടാകും. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ തലഅത് ശംസുൻ ഖത്ത്, ഈ പ്രപഞ്ചത്തെ അതേപോലെ തന്നെ മനുഷ്യനെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ഒരു ദിവസവും സൂര്യൻ ഉദിക്കുന്നില്ല. എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ? ഇല്ലാ ബുഇസ ബിജൻബതൈഹാ മലക്കാൻ, രണ്ട് മലക്കുകൾ ഭൂമിയുടെ രണ്ട് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സൂര്യൻ്റെ രണ്ട് ഭാഗത്ത് നിന്നിട്ട് സംസാരിക്കും. എന്താണ്? ഇന്നഹുമാ ലയുസ്മിആനി അഹ്ലൽ അർദ്, ഭൂമിയിലുള്ളവരൊക്കെ ആ മലക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇല്ല സഖലൈൻ, മനുഷ്യരും ജിന്നുകളും ഒഴികെ. മനുഷ്യർക്ക് അത് കേൾക്കാൻ പറ്റൂല, ജിന്നുകൾക്കും അത് കേൾക്കാൻ പറ്റൂല. പക്ഷേ അൽഹംദുലില്ലാ എല്ലാ മനുഷ്യരും അത് കേട്ടു, എല്ലാ ജിന്നുകളും അത് കേട്ടു. എങ്ങനെ കേട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതോടുകൂടി കേട്ടില്ലേ? ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ കേൾക്കൂലായിരുന്നു. അപ്പോൾ ആ മലക്കിൻ്റെ വോയിസ് നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ അതിനേക്കാൾ ശബ്ദത്തിൽ നമ്മൾ അൽഹംദുലില്ലാ ഈമാനുള്ളവർ കേട്ടു. എങ്ങനെ? ഹദീസിലൂടെ. അപ്പോൾ ഭൗതികമായ ശബ്ദത്തേക്കാൾ ക്ലിയറായ ശബ്ദം വഹീൻ്റെ ശബ്ദമാണ്. ചില ആളുകൾ ചില ഹദീസുകൾ അത് സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ലബോറട്ടറിയിൽ നോക്കിയപ്പോൾ കാണുന്നില്ല, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. സയൻസ് തെളിയിച്ചിട്ടില്ല, വിശ്വസിക്കാൻ പറ്റൂല. കാണാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റൂല. കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. അതിനേക്കാൾ ക്ലാരിറ്റി വഹീനാണ്. വഹയിലൂടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് നിന്റെ
ലബോറട്ടറിയിലുള്ള ഉപകരണങ്ങളെക്കാൾ അതിനാണ് ക്ലാരിറ്റി വിശ്വാസികൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ എല്ലാ ദിവസവും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ വരാത്തൊരു ദിവസവും ഇല്ല. എല്ലാ ദിവസവും മനുഷ്യരും ജിന്നുകളും അവരുടെ ആ ശബ്ദം കേൾക്കൂല, പക്ഷെ അവരത് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. എന്താണ് അവർ വിളിച്ചു പറയുന്നത്? യാ അയ്യുഹന്നാസ് ഹലുമു ഇലാ റബ്ബിക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിലേക്ക് വരൂ. മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിലേക്ക് വരൂ. ഒരു വിളിയാളമാണത്, ഒരാഹ്വാനമാണത്. കാരണം എല്ലാവരും അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയമാണല്ലോ. അവിടെ ഓർമ്മപ്പെടുത്തലാണ്, ഹലുമു ഇലാ റബ്ബിക്കും ഫഇന്നമാ ഖല്ല വകഫാ ഖൈറും മിമ്മാ കസറ വഅൽഹാ. എന്താ മലക്ക് വിളിച്ചു പറയുന്നത്? കുറച്ചാണെങ്കിലും മനസംതൃപ്തിയോടുകൂടിയുള്ളതാണ് അള്ളാഹുവിനെ അശ്രദ്ധമാക്കുന്ന രൂപത്തിൽ ഒരുപാട് കിട്ടുന്നതിനേക്കാൾ ഖൈറ്. ഇത് മനുഷ്യരോടാണ്, ജോലി ചെയ്യുന്നവരോടാണ്, ബിസിനസ്സുകാരോടാണ്, ദുനിയാവിനെ ഉദ്ദേശിക്കുന്നവരോടാണ്. ഒരുപാടുണ്ടായിട്ട് അള്ളാഹുവിനെ മറക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുണ്ടായിട്ട് അള്ളാഹുവിനെ ഓർക്കലാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്കീനുകൾ അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ ഇഷ്ടമായിരുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തത് അള്ളാഹുവേ ഞാൻ നിന്നോട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബൽ മസാക്കീന, പാവങ്ങളോടുള്ള ഇഷ്ടം ഞാൻ നിന്നോട് ചോദിച്ചു വാങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവേ നീ എന്നെ മിസ്കീനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ആ ഹദീസിനെ പണ്ഡിതന്മാർ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണത്? പടച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ ഓർക്കാൻ സമ്പത്ത് കുറയൽ തന്നെയാണ് ഖൈറ് എന്നതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ടായിട്ടും അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഖൈറാണ്, കുഴപ്പമില്ല. പക്ഷേ ഒരുപാടുണ്ടായിട്ട് അള്ളാഹുവിനെ മറക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറ് കുറച്ചുണ്ടായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കലാണ് എന്ന് 2 മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല നമ്മൾ എന്തൊക്കെ ജോലി തിരക്കിലാണെങ്കിലും എന്തൊക്കെ വിഷയങ്ങൾ നമുക്കുണ്ടെങ്കിലും ഒരു വേള നമ്മളെ അങ്ങേയറ്റം മറപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള ശുഗലുകളാണ് ആധുനിക കാലഘട്ടത്തിലുള്ളത്. പക്ഷെ മരണത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടി നടന്നുപോയി. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? വഅന ഉതയ്യിനു ഹായിതൻ ലീ അന വ ഉമ്മി, ഞാനും എൻ്റെ ഉമ്മയും വീടിൻ്റെ ചുറ്റിലുമുള്ള ചുറ്റുമതിൽ മണ്ണ് തേച്ച് നന്നാക്കുകയായിരുന്നു. ആ ചുറ്റുമതിലിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട്, പൊട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ഉമ്മയും കൂടി വീടിൻ്റെ ചുറ്റിലുമുള്ള മതിൽ ഞങ്ങൾ കളിമണ്ണ് കൊണ്ട് തേച്ച് മിനുക്കുകയായിരുന്നു. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ കടന്നു വന്നത്. റസൂലുള്ള ചോദിച്ചു, മാ ഹാദാ യാ അബ്ദല്ലാഹ്, ഓ അബ്ദുള്ള എന്താണ് പണി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ് ശൈഉൻ ഉസ്ലിഹുഹു, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഈ മതിലൊന്ന് നന്നാക്കുകയാണ്. വലിയ കൊട്ടാരം പണിയുക എന്നല്ല പറഞ്ഞത്, ഞാനും എൻ്റെ ഉമ്മയും കൂടി വലിയൊരു കൊട്ടാരം ഞങ്ങൾക്ക് വേണ്ടി പണിയുകയാണ്, വലിയൊരു ബെഡ്റൂം സെറ്റ് ചെയ്യുകയാണ് എന്നൊന്നുമല്ല പറഞ്ഞത്. വീടിൻ്റെ ചുറ്റിലുമുള്ള മതിലിൽ തേക്കുന്നത് സ്വർണവുമല്ല, തീനാണ്, കളിമണ്ണ്. സ്വർണം പൂശല്ല, വെള്ളി പൂശുകയല്ല, കളിമണ്ണ് കൊണ്ട് മിനുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹാനായ സ്വഹാബിയോട് പറഞ്ഞു, ഫഖാല അൽ അംറു അസ്റഉ മിൻ ദാക്, അൽ അംറു മരണം ഇതിനേക്കാൾ വേഗത്തിൽ വരുന്നതിനെ മറന്നുപോവല്ലേ, അത്രേ പറഞ്ഞു. ഒരു മതിലിൻ്റെ കാര്യത്തിൽ, അത് പൊളിഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്കുള്ള ശ്രദ്ധ ഉണ്ടല്ലോ, ആ ശ്രദ്ധ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്ന വിഷയത്തിൽ ഉണ്ടാവണമേ. വല്ലാത്തൊരു ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്, വല്ലാത്തൊരു ഉപദേശം. നിങ്ങൾ നോക്കൂ, നമ്മുടെ വസ്ത്രത്തിൽ എല്ലാ ദിവസവും നമ്മൾ വസ്ത്രം അലക്കി തേക്കുന്നു. വസ്ത്രത്തിൽ അഴുക്കായാൽ നമുക്കത് പറ്റൂല, നമുക്കത് നന്നായി അലക്കണം, ഇസ്തിരിടണം, അതിന് പുറമെ സ്പ്രേ അടിക്കണം, എല്ലാ ദിവസവും നമുക്ക് കുളിക്കണം, മുന്തിയ സോപ്പ് തന്നെ ഉപയോഗിക്കണം, ഷാമ്പു ഉപയോഗിക്കണം. നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ ഒരു അഴുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിൽ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ തന്നെ എത്ര പണം ഉള്ള സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത്, എന്തെല്ലാം വീട് സംരക്ഷിക്കുന്നത്. കാരണം നമ്മുടെ വീടോ നമ്മുടെ ബാത്റൂമോ നമ്മുടെ ബെഡ്റൂമോ നമ്മുടെ ശരീരമോ നമ്മുടെ പാത്രങ്ങളോ അതിൽ അഴുക്കുണ്ടാകുന്നതിന് നാം ഭയപ്പെടുന്നു. ഈ ഒരു ജാഗ്രത നമ്മുടെ ഈമാനിൻ്റെ കാര്യത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
പരിശുദ്ധ ഖുർആനിലൂടെ സ്വഹീഹായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈമാൻ കാര്യങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ച് അതിലെവിടെയെങ്കിലും എനിക്ക് വല്ല പോരായ്മയും പറ്റിയിട്ടുണ്ടോ? അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഈമാൻ എന്ന് പറയുന്നു. അള്ളാഹുവിൽ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? റസൂലിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്താണ്? വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്താണ്? മലക്കുകളിലുള്ള വിശ്വാസം എന്താണ്? ഖദറിലുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം? പരലോകത്തിലുള്ള വിശ്വാസം എങ്ങനെയാണ്? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എനിക്ക് എവിടെങ്കിലും പോരായ്മ ഉണ്ടോ? അതിനെക്കുറിച്ച് ബേജാറില്ല. എൻ്റെ തഖ്വയിൽ കുറവ് വരുന്നുണ്ടോ? എൻ്റെ ഇഖ്ലാസിൽ കുറവ് വരുന്നുണ്ടോ? എൻ്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്ന ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ ഞാൻ നേരത്തെ കേൾപ്പിച്ചു. അവർ വല്ലതും ചെലവഴിക്കുമ്പോൾ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ടാണ് അത് കൊടുക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണ് സൽക്രമം ചെയ്യുമ്പോൾ പേടി? വ്യഭിചരിക്കുകയാണോ? അല്ല. അവർ വ്യഭിചരിച്ചവരാണോ? മോഷ്ടിച്ചവരാണോ? കള്ളുകുടിച്ചവരാണോ? എന്തിനാണ് ഈ പേടി? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. കാരണം സൽക്രമം ചെയ്യുമ്പോൾ പേടിക്കണോ? ദുഷ്കർമ്മം ചെയ്യുമ്പോൾ അല്ലേ പേടിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിന്റെ മകളെ, അവർ മോഷ്ടിച്ചിട്ടില്ല, അവർ വ്യഭിചരിച്ചിട്ടില്ല, അവർ കള്ളു കുടിച്ചിട്ടില്ല, മറിച്ച് അവർ ചെയ്യുന്ന ആ സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള പേടിയാണ്. നാമൊക്കെ അമല് ചെയ്തിട്ട് നമ്മളെന്താ വിചാരിക്കുന്നത്? കൂടിപ്പോയി എന്നാണ്. പലരും വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത്ര കൂടിപ്പോയോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഏതെങ്കിലും ഒരു വഖ്ത് നമസ്കാരം അല്ലാഹു സ്വീകരിച്ചു എന്നതിൻ്റെ സ്ലിപ്പ് ഇവിടെ. ബാങ്കിൽ നമ്മൾ പൈസ അയച്ചാൽ റസീവ്ഡ് അതല്ലെങ്കിൽ അവിടെ സ്വീകരിച്ചു ഒരു സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടും. എന്തൊരു കാര്യം ചെയ്താലും ബില്ല് വേണോ വേണ്ടേ? ബില്ല് കിട്ടും. ളുഹർ നമസ്കാരം, നീ ഇന്ന് നമസ്കരിച്ച ളുഹർ ആക്സെപ്റ്റഡ്, സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ടോ റബ്ബിൻ്റെ അടുത്തുനിന്ന്? നമ്മുടെ ഏതെങ്കിലും ഒരു അമല് സ്വീകരിക്കപ്പെട്ടു എന്നതിന് എന്തെങ്കിലും ഒരു അടയാളം റഹ്മാനായ റബ്ബ് തന്നിട്ടില്ല. ബാക്കി എല്ലാത്തിനും നമുക്ക് സ്ലിപ്പ് കിട്ടും. നമ്മുടെ അമലുകൾ, നമ്മുടെ ഈമാനിൻ്റെ സ്ലിപ്പ് ഇവിടെ പരലോകത്ത് വെച്ചേ അത് കാണൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സലഫു സ്വാലിഹീങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു ആയത്തുണ്ട്. സൂറത്തു സുമറിൽ 2ഓളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? وَبَدَالَهُمْ مِنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവർ കണക്കാക്കിയതെല്ലാം തെറ്റായിരുന്നു എന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്നതാണ്. കാരണം നമ്മൾ ഒരുപാട് കണക്ക് കൂട്ടലാണ്. ഈ കണക്ക് കൂട്ടൽ ശരിയാണോ അല്ലേ എന്നുള്ളത് പരലോകത്ത് വെച്ചേ അറിയൂ. അല്ലെങ്കിൽ നമ്മുടെ മരണം, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആഖിറത്തിൻ്റെ തുടക്കതാണല്ലോ, അപ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, സലഫുകൾ പറഞ്ഞത്, ഈ ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം എൻ്റെ ഒരു വഖ്ത് നമസ്കാരം അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ മതിയായിരുന്നു. നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അമല് നന്നാക്കാൻ, ഈമാൻ നന്നാക്കാൻ, തഖ്വ നന്നാക്കാൻ, ഇഖ്ലാസ് നന്നാക്കാൻ ഇതിലുള്ള ശ്രദ്ധ ദുനിയാവിൻ്റെ വിഷയത്തിലുള്ളതിനേക്കാൾ വേണം. അതുകൊണ്ടാണ് ആ ചുമര് നന്നാക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ആ ചുമരിൻ്റെ കേടുപാട് മനുഷ്യൻ ശ്രദ്ധിച്ച് നന്നാക്കുന്നത്. ഇതേപോലെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ ഞാൻ വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഈമാനുള്ളവരെ, പടച്ച റബ്ബിനെ ഭയപ്പെടൂ, നാളേക്ക് വേണ്ടി എന്താണ് കരുതിയത് എന്ന് പരിശോധിക്കൂ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞത് അഥവാ ഖുദ്സിയായ ഹദീസായി പറയുന്നു, യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, തഫറഗ ലിഇബാദതി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തി മാറി ഒഴിഞ്ഞിരിക്കുക. എങ്കിൽ അംലഉ സദ്റക ഗിന വഅസുദ്ദ ഫഖറക, നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതെയാക്കാം, നിങ്ങളുടെ ഹൃദയത്തെ ധന്യത കൊണ്ട് നിറയ്ക്കാം. ഹൃദയത്തെ ധന്യത കൊണ്ട് നിറയ്ക്കാം, പട്ടിണി ഇല്ലാതാക്കാം. ഇബാദത്തിന് ഒഴിഞ്ഞു നിൽക്കൂ. വഇല്ലം തഫഅൽ, എന്നാൽ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ മലഅതു സദ്റക ശുഗ്ല വലം അസുദ്ദ ഫഖറക, നിങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു ശുഗ്ല് കൊണ്ട് നിറയ്ക്കും. തിരക്കോട് തിരക്ക്, എപ്പം നോക്കിയാലും തിരക്ക്. എന്നാൽ ദാരിദ്ര്യം അതിനനുസരിച്ച് മാറുന്നുണ്ടോ? അതുമില്ല. വലം അസുദ്ദ ഫഖറക, അത് ഇതുകൊണ്ടാണ് ഇബാദത്തിന് മാറി നിൽക്കൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ യൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. രാത്രി എഴുന്നേറ്റ് മുഴുവൻ അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ പകുതിയേക്കാൾ അല്പം കൂടുതൽ അല്ലെങ്കിൽ കുറവൊക്കെ നമസ്കരിക്കാൻ വേണ്ടി പറയാണ്. എന്താ കാരണം? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. പകൽ ഒരുപാട് ജോലി തിരക്കുള്ളതല്ലേ, അതുകൊണ്ട് രാത്രിയിൽ നന്നായി നമസ്കരിച്ചോ എന്നാ പറഞ്ഞത്. നമ്മളാണെങ്കിലോ രാത്രി ഒരുപാട് തിരക്ക്, പകൽ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് രാത്രി വേഗം കിടന്നുറങ്ങാം. ഇനി സുബൈ പോയാലും വേണ്ടിയില്ല, കാരണം പകൽ ഒരുപാട് അധ്വാനം ഉണ്ട് എന്നുള്ള ന്യായമാണ്. പക്ഷെ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പകൽ ഒരുപാട് അധ്വാനം ഉണ്ട്, അതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ കുറവ് വരണ്ട, രാത്രി പകുതിയോളം നിന്ന് തഹജ്ജുദ് നമസ്കരിച്ചോ എന്നാണ് പറയുന്നത്. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ദുനിയാവിന്റെ തിരക്ക് കഴിഞ്ഞാൽ ദീനിൻ്റെത് കഴിഞ്ഞാൽ ദുനിയാവ്, ഇങ്ങനെ ഇതിനെ മിക്സ് ചെയ്ത് കൊണ്ടുപോകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഈ ദുനിയാവിനോടുള്ള വിരക്തിയും ദുനിയാവിന് നൽകേണ്ടുന്ന ഖദർ എപ്രകാരമാണോ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ നിലകൊണ്ടാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയമുണ്ടാകും. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഹറാമായ മാർഗത്തിലൂടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഹറാമായ മാർഗത്തിലൂടെ ഒരിക്കലും സമ്പാദിക്കാൻ ശ്രമിക്കരുത്, വിജയിക്കില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നത് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ജബ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം നഫസ ഫീ റൗഇ, എനിക്ക് പ്രത്യേകം വഹിയായി നൽകി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്താണത്? അന്ന നഫ്സൻ ലൻ തഖ്റുജ മിന ദുനിയ ഹത്താ തസ്തക്മില അജലഹ. ഒരാളും ഈ ദുനിയാവിൽ നിന്ന് അയാളുടെ അജല് എത്താതെ മരിച്ചു പോവില്ല. അള്ളാഹു നിശ്ചയിച്ച അജലിൽ എല്ലാവരും ജീവിക്കും. അതേപോലെ തന്നെ അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ച റിസ്ഖിന്റെ അവസാനത്തെ ധാന്യമണയും അയാളുടെ വയറ്റിലെത്തും. ഒരാൾക്കത് തടുക്കാൻ കഴിയില്ല, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സമ്പാദിക്കുന്നിടത്ത് നിങ്ങൾ ഒരു കരുതലുണ്ടാവുകയും വേണം. ഇജ്മാൽ ഫി തലബ് എന്ന് പറഞ്ഞാൽ അത്യാർത്തിയില്ലാതെ പരലോകത്തെ ഭയപ്പെട്ട് ഹറാമിലേക്ക് പോവാതെ ഹലാലിൽ ഒതുങ്ങി നിന്ന് സമ്പാദിക്കുന്നതിനാണ് അത് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാ യഹ്മിലന്നകും ഇസ്തിബ്താഉ റിസ്ഖി അൻ തത്ലുബൂഹു ബിമഅസിയത്തില്ലാ. റിസ്ഖ് വൈകുമ്പോൾ ഹറാം ചെയ്ത് അത് നേടിയെടുക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ലാഭം കിട്ടുന്നില്ല, കുറച്ചൊക്കെ കള്ളത്തരം പറയാതെ ഈ ഒരു കാലഘട്ടത്തിൽ ബിസിനസ് വിജയിക്കൂല എന്ന് പറഞ്ഞിട്ട് കളവുകൾ പറയുന്നവർ, ഹറാമായ കച്ചവടം ചെയ്യുന്നവർ, അപ്പൊ ലാഭം കിട്ടുന്നില്ല എന്ന് കരുതി ഹറാമിലേക്ക് നിങ്ങൾ പോവല്ലേ. അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഹറാമ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, നിശ്ചയമായും അത് പരാജയപ്പെട്ടു പോകും. ഹലാലായ വഴിയിലൂടെ അല്ലാതെ ബറക്കത്ത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല, മുസ്ലിമീങ്ങൾ അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ പരാജയമുണ്ടാകാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ ഫഖാല ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ് ഖാൽ ബൽ അൻതും യൗമഇദിൻ കസീറുൻ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈലി وَلَيَنْزِعَنَّ اللَّهُ مِنْ صُدُورِ عَدُوِّكُمُ الْمَهَابَةَ مِنْكُمْ وَلَيَقْذِفَنَّ اللَّهُ فِي قُلُوبِكُمُ الْوَهَنَ فَقَالَ قَائِلٌ يَا رَسُولَ اللَّهِ وَمَا الْوَهَنُ قَالَ حُبُّ الدُّنْيَا وَكَرَاهِيَةُ الْمَوْتِ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു കാലഘട്ടം വരും, മുഴുവൻ സമുദായവും നിങ്ങൾക്കെതിരിൽ തിരിയും. യഹൂദനും ക്രിസ്ത്യാനിയും ഹൈന്ദവനും തുടങ്ങി എല്ലാ ടീമും നിങ്ങൾക്കെതിരിൽ തിരിയും.
വിശന്ന് വലഞ്ഞ ആളുകൾ ഒരു ഭക്ഷണത്തളികയിൽ കൈയിട്ട് വാരുന്നത് പോലെ നിങ്ങളെ വാരി തീർക്കും, അവശിഷ്ടങ്ങളാക്കി കളയും. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അന്ന് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, അല്ല, ബൽ അൻതും കസീറുൻ, മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെക്കുറിച്ചുള്ള പേടി ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയും, നിങ്ങൾക്കും ഒരു തരം ദുർബലത ഉണ്ടാകും. സഹാബത്ത് ചോദിച്ചു, എന്താണ് ആ ദുർബലത? സമ്പത്താണോ, അതേപോലുള്ള കാര്യങ്ങളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഹുബ്ബുദ് ദുനിയ, നിങ്ങൾക്ക് ദുനിയാവിനോടായിരിക്കും മോഹം. വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ പേടിയുമായിരിക്കും. എന്ന് പറഞ്ഞാൽ മരണത്തെ ആരും ഭയപ്പെടും, അതല്ല ഇവിടെ വിഷയം. ആയിഷ റളിയല്ലാഹു അൻഹ അത് ചോദിച്ച് ക്ലിയറാക്കിയിട്ടുണ്ട്. എന്താണത്? പരലോകത്തോട് താല്പര്യമില്ലാതിരിക്കുക, ഈ ദുനിയാവിനോട് മഹബത്ത് ഉണ്ടാവുക. മുൻതൂക്കം നൽകേണ്ട വിഷയം വരുമ്പോൾ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് ഖൈറായത് അവശേഷിക്കുന്നത്, പക്ഷേ നിങ്ങൾ ക്ഷണികമായതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ദുനിയാവിനെ മോഹിക്കുകയും പരലോകത്തെ ഒഴിവാക്കുകയും ചെയ്യുന്ന, അതിനോട് വെറുപ്പ് തോന്നുന്ന, മരിച്ചു റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലെത്തിയാൽ അവിടെയാണ് തനിക്ക് കൂടുതൽ ഖൈറായത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് പ്രതാപം വീണ്ടെടുക്കാൻ എന്താണ് വഴി? അതുകൂടി നമുക്ക് ഇമാം തബറാനി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ തബായഅതും ബിൽ ഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറദീതും ബിസ്സർഅ വതറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. പലിശ സംബന്ധമായ ഇടപാടുകൾ നിങ്ങൾക്കിടയിൽ വ്യാപിക്കുകയും അത്തരത്തിലുള്ള കച്ചവടങ്ങൾ, ഏത് കച്ചവടവും പലിശയിൽ അധിഷ്ഠിതമാവുകയും ചെയ്യുകയും നിങ്ങൾ കൃഷി തൃപ്തിപ്പെടുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാതിരിക്കുകയും ചെയ്താൽ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഒരു തരം നിന്ദ്യത നൽകുന്നതാണ്. അത് അള്ളാഹു എടുത്തു മാറ്റുകയില്ല. ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മടങ്ങുന്നത് വരെ, ഇസ്ലാമിലേക്ക് മടങ്ങുന്നത് വരെ, മതത്തിലേക്ക് മടങ്ങുന്നത് വരെ. വിശ്വാസ, ആചാര, കർമ്മ, സംസ്കാര മേഖലകളിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നിങ്ങൾ എന്നാണോ മുറുകെ പിടിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഇസ്സത്ത് ഉണ്ടാകും. എന്നാൽ തൗഹീദും വേണ്ട, സുന്നത്തും വേണ്ട, അതൊന്നും വേണ്ട, ഭൗതികമായ കാര്യങ്ങളാണ് ഇസ്സത്തിൻ്റെ, പ്രതാപത്തിൻ്റെ മാനദണ്ഡം എന്ന് കരുതുകയും തൗഹീദിന് പ്രാധാന്യം നൽകാതെ, സുന്നത്തിന് പ്രാധാന്യം നൽകാതെ, ഇസ്ലാമിൻ്റെ സംസ്കാരത്തിന് പ്രാധാന്യം നൽകാതെ, ഖുർആനിനെയും ഹദീസിനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയാൽ ഇസ്ലാമിൻ്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ശരിയായ പ്രതാപം ലഭിക്കണമെങ്കിൽ, ശരിയായ ഇസ്സത്ത് ഈ ലോകത്തും പരലോകത്തും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുക, സത്യവിശ്വാസത്തിലേക്ക് മടങ്ങുക, സൽക്കർമ്മങ്ങളിലേക്ക് മടങ്ങുക, പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, തിരുസുന്നത്തിലേക്ക് മടങ്ങുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ് സ്വീകരിക്കുന്ന ആളുകളായി മാറുക. ഇരുലോകത്തും നമുക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുറുകെ പിടിക്കുക. സൂറത്തുൽ ഹദീദിലെ 20-21 വചനങ്ങളെ ഒരു വസിയ്യത്തായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഅലമു, മനുഷ്യരെ അറിയുക, ഇതാണ് ആത്യന്തികമായ സത്യം. ഇഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹു. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കളിയും തമാശയും വിനോദവും മാത്രമാണ്.
വസീനത്തുൻ, ചില അലങ്കാരങ്ങളാണ്. വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾക്കിടയിൽ പരസ്പരം പെരുമ നടിക്കലും മക്കളുടെയും സമ്പത്തിൻ്റെയും കാര്യത്തിലൊക്കെ ഗർവ് നടിക്കൽ, പെരുമ നടിക്കൽ. അതാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് കളിയും തമാശയും വിനോദവും ഒക്കെയാണ്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. അല്ലാഹു അതിനൊരു ഉപമ പറയുന്നത് ഉപരിലോകത്ത് നിന്ന് വർഷിക്കുന്ന മഴ പോലെ. അത് ചെടികളെ, ധാന്യങ്ങളെ, കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു. പിന്നീടത് മഞ്ഞ നിറമായി മാറി. പിന്നീടത് കൊയ്തെടുത്ത് അവസാനം തരിശായി പാറിപ്പറക്കുന്ന ധൂളിയായി അത് മാറിപ്പോയി. പച്ച പിടിച്ച ഭൂമിയെ പിന്നെ നിങ്ങൾ കാണുന്നത് ഉണങ്ങി വരണ്ട് കിടക്കുന്നതാണ്. റഹ്മാനായ റബ്ബതിന് കഴിവുള്ളവനാണ്. വഫിൽ ആഖിറ, പരലോകത്ത് അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷ പരലോകത്തുണ്ട് കേട്ടോ. ദുനിയാവിൻ്റെ പിളവളപ്പിൽ നിങ്ങൾ മറന്നുപോകരുത്. അതിനപ്പുറത്തൊരു ലോകം വരാനുണ്ട്. അതികഠിനമായ ശിക്ഷ, നരകശിക്ഷ അല്ലാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണോ? അല്ല. വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ, അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തും റിദ്വാനും അതുമുണ്ട്. അതാണ് സ്വർഗം. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത്, പാപമോചനം, റിദ്വാനും അതാണ് സ്വർഗം. കഠിനമായ ശിക്ഷ എന്ന് പറയുന്നത് നരകമാണ്. ഇത് നിങ്ങൾ ചിന്തിക്കണം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. ഈ ദുനിയാവ് നമ്മളെ വഞ്ചിച്ച് കളയും. ഈ ദുനിയാവിലെ വിഭവങ്ങൾ, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ നിങ്ങളെ വഞ്ചിച്ച് കളയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സാബിഖൂ, മത്സരിച്ച് മുന്നോട്ട് വരൂ. ഞാൻ മുമ്പേ, ഞാൻ ബാക്കിൽ, നിങ്ങൾ മുൻ. അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഞാൻ വന്നോളാം, നിങ്ങൾ നടന്നോന്നല്ല. ഞാൻ മുന്നിലുണ്ട്, നിങ്ങൾ പിറകിൽ എന്ന നിലക്ക് മറ്റുള്ളവരെ പിറകിലാക്കുമാർ. അതിനാണ് സാബഖ എന്ന് പറയുന്നത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകം. അപ്പോൾ അതിൻ്റെ വലിപ്പം എത്രയാണ്? ആകാശത്തിൻ്റെ വലിപ്പം തന്നെ എത്രയാണെന്ന് തിരിഞ്ഞിട്ടില്ല. സൂര്യൻ ഒരു ചെറിയ നക്ഷത്രം, 13 ലക്ഷം ഭൂമി അതിൽ കൊള്ളും. 13 ലക്ഷം ഭൂമി സൂര്യൻ എന്ന ചെറിയ നക്ഷത്രത്തിൽ കൊള്ളും. അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഗ്രൂപ്പുകൾക്കാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഓരോ ഗാലക്സിയിലും 3000 മുതൽ 10,000 കോടി വരെ നക്ഷത്രങ്ങൾ. അങ്ങനെയുള്ള 10,000 കോടിയിലധികം ഗാലക്സികൾ. അത് തന്നെ ഒന്നാമത്തെ ആകാശത്തെയാണ് നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചത് എന്നല്ലാഹു. അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വലുപ്പത്രയാണ്. അത്രയും വിശാലതയുള്ള സ്വർഗലോകമുണ്ടായിരിക്കെ ഈ കുഞ്ഞു ഭൂമിയിലെ ചെറിയ ലാഭത്തിന് വേണ്ടി, കുറഞ്ഞ ആയുസ്സിലെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തെ നഷ്ടപ്പെടുത്തുന്നവനേക്കാൾ വലിയ നഷ്ടക്കാരൻ വേറെ ആരാണുള്ളത്? കാലം തന്നെ സത്യം, മനുഷ്യന് വലിയ നഷ്ടത്തിലായി പോയല്ലോ. ഇത്രയും വലിയൊരു ലോകമുണ്ടായിട്ട് ഈ ദുനിയാവിന് വേണ്ടി, കുറഞ്ഞ ലാഭത്തിന് വേണ്ടി അതിനെ നഷ്ടപ്പെടുത്തുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും മത്സരിക്കുക. ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലി, അല്ലാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ആ സ്വർഗലോകം. അതില്ലാത്തവർക്ക് അത് ലഭിക്കുകയില്ല. ദാലിക ഫദ്ലുല്ലാഹ്, അതാണ് അല്ലാഹുവിൻ്റെ ഫദ്ൽ. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അല്ലാഹു മഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമസ്ഥനാകുന്നു. ആ ഔദാര്യം നേടിയെടുക്കാൻ ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ശരിയാക്കിയെടുക്കുക. പരലോക വിജയത്തിൻ്റെ അടിസ്ഥാനമായി അള്ളാഹു പഠിപ്പിച്ച ഖുർആനിലൂടെ, ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മരിക്കുന്നതുവരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ നിലക്കുമുള്ള ആദർശ വ്യതിയാനങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഇണകളിലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമയും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിൻ്റെയും ഖബറിലെയും പരലോകത്തിലെയും എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ആ പ്രിയപ്പെട്ടവരുടെ മക്കൾ, പണ്ഡിതന്മാർ, കൂട്ടുകാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ഒരു സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിവിൻ്റെ മജ്ലിസുകൾക്ക് ലഭിക്കുന്ന എല്ലാ ഫളായിലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വീണ്ടും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൈഡൻസ് ടിവി ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. സോഷ്യൽ മീഡിയ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് ടിവി യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് ടിവി, ലൈറ്റ് ഫോർ ലൈഫ്.